നമസ്കാരം. ജോളിവുഡ് മൂവീസിന്റെ ബാനറിൽ ജോളി ലോനപ്പൻ നിർമ്മിച്ച് സക്കീർ മണ്ണാൻപറ സംവിധാനം ചെയ്യുന്ന തെലുങ്ക് സംഗീതത്തിന്റെ ചിത്രം ജൂൺ 6-ന് തൻഹ സ്റ്റുഡിയോസ് റിലീസ് ചെയ്യുകയാണ്, തിയേറ്ററിലെത്തിക്കുകയാണ്. ജൂൺ 6 വെള്ളിയാഴ്ച. അതിനോടനുബന്ധിച്ച് നടത്തുന്ന പ്രസ് മീറ്റിലേക്ക് വന്ന എല്ലാ മാധ്യമ പ്രവർത്തകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, നമ്മുടെ ജൂൺ 6 തിയേറ്ററിലെത്തുന്ന തെലുങ്ക് സിനിമയുടെ പ്രസ് മീറ്റിനോടനുബന്ധിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അതിഥികൾ നമ്മുടെ പ്രധാന സംവിധായകനായ സക്കീർ മണ്ണാർമല, അതോടൊപ്പം പ്രധാന വേഷം ചെയ്ത മേജർ റിവീസ് അറിയാമല്ലോ, സംവിധായകൻ നടനായിട്ട് നമ്മുടെ മുമ്പിലിരിക്കുകയാണ് ഈ ചിത്രത്തിൽ. ഒരുപാട് നടന്മാർ അതിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ രാജേഷ് ശർമ്മ എന്ന് പറഞ്ഞ നടൻ, പിന്നെ നിഷാന്ത് സാഗർ ചെയ്തിട്ടുണ്ട്, പിന്നെ നിർമ്മൽ പാലാഴി അല്ലെ, പ്രദീപ് ബാലൻ, അങ്ങനെ ഒരുപാട് പിന്നെ അബൂസിനിക്ക വളരെ ശക്തമായ വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ നായികയായ നിധയുണ്ട്. പിന്നെ അതോടൊപ്പം നമ്മുടെ ക്യാമറ കൈകാര്യം ചെയ്ത ക്യാമറാമാനായ എൽത്തു ഐസക്ക്, ഷഫീഖ് ആരാടാണ് എൻ്റെ രചന നിർവഹിച്ച് ചെയ്യുന്നത്. ഒരു ക്രൈം ത്രില്ലർ ചിത്രമാണ്. പിന്നെ അതോടൊപ്പം ഷൗക്കത്ത് ഒരു പ്രധാന വേഷം ചെയ്യുന്നു. ഷൗക്കത്തിന് മുമ്പ് പല ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. ഒരു പ്രസ് മീറ്റിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറായ ഷാൻ അദ്ദേഹമാണ് തിയേറ്ററിലെത്തിക്കുന്നത്. ജൂൺ 6 ചിത്രം. നമ്മുടെ പ്രൊഡക്ഷൻ കോർഡിനേറ്റർ കൃഷ്ണദാസ്, ഇത്രയും പേരാണ് പ്രസ് മീറ്റിൽ പങ്കെടുക്കുന്നത്. ഈ ജോളി ലോനപ്പൻ എന്ന് പറഞ്ഞ നിർമ്മാതാവ് ആദ്യമായിട്ടല്ല സിനിമയിലെത്തുന്നത്. 3ാമത്തെ ചലച്ചിത്രമാണ് അദ്ദേഹത്തിന് റിലീസ് ചെയ്യുന്നത്. ആദ്യത്തെ സഭാഷ് ചന്ദ്രബോസ് നിങ്ങളെ കേട്ട് കാണും. അതിനുശേഷം ആളൊരുക്കം 3ാമത്തെ ചിത്രമാണ് തെലുങ്ക് സംഗീതം തിയേറ്ററിലെത്താൻ പോകുന്ന ചിത്രം. ഈ ചിത്രം ജോണറും ഒരു പ്രത്യേക കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്ന ഒരു ചിത്രമാണ്. ആക്ഷൻ ത്രില്ലർ ശ്രേണിയിൽ പറഞ്ഞ ചിത്രമാണ്. അതിൻ്റെ സസ്പെൻസും കാര്യങ്ങളും ഒഴിവാക്കുന്നില്ല. സംവിധായകൻ തന്നെ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങും. അവർ സംസാരിച്ച ശേഷം മീഡിയക്കാർക്ക് എന്താണ് ചോദിക്കാനുള്ളതെന്ന് സംസാരിക്കാം. ഷിജിൻ പറഞ്ഞ പോലെ തന്നെ ഒരു ക്രൈം ത്രില്ലർ സ്റ്റോറിയാണ്. ഷഫീഖ് ആരാട്ട് എന്ന സുഹൃത്താണ് അതിൻ്റെ കഥയും തിരക്കഥ എഴുതിയിട്ടുള്ളത്. നമ്മുടെ കൂടെയുള്ള മേജർ രവി സാറും രാജേഷ് ശർമ്മ സാറും കൂടാതെ നിഷാന്ത് സാഗർ, അബുസലീംക അവരൊക്കെ എത്താമെന്ന് പറഞ്ഞായിരുന്നു. പല പല കാരണങ്ങളാൽ അബുസലീംക ഇവിടെ തന്നെ എറണാകുളത്ത് തന്നെ ഒരു ഷൂട്ടിലാണ്. ഇപ്പോൾ കെട്ടിപ്പൊക്കെ മാറിയതുകൊണ്ട് വന്നിരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് വരാൻ പറ്റില്ല. അതുപോലെ നിഷാന്ത് സാഗറിന് ഷൂട്ടിൻ്റെ തിരക്കായിരിക്കാം വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നെ കോഴിക്കോടും പരിസരത്തുമായിട്ടാണ് നമ്മുടെ സിനിമയുടെ ലൊക്കേഷൻ. അതുപോലെ അതിനകത്ത് 3 നായികമാരാണ്. 2 പേര് വിദേശത്താണ്, അതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല. നിത തിരുവനന്തപുരത്തുള്ളതാണ്. ഇനിയിപ്പോൾ കഥ എന്ന് പറഞ്ഞാൽ ക്രൈം ത്രില്ലറാണ്. ഇപ്പോഴത്തെ സമകാലീന പ്രശ്നം ഡ്രഗ്സ് തന്നെയാണ് ഇതിൻ്റെയും ഒരു ഇതിവൃത്തം. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ക്രൈം ത്രില്ലറാണ് നമ്മുടെ ജോണർ. അതുമായിട്ട് ഇതുപോലുള്ളൊരു സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എന്നെ വിളിക്കുന്ന സമയത്ത് ആ ക്യാരക്ടർ നോക്കി അത് ജനറലി എപ്പോഴും ഈ പോലീസ് വേഷം അല്ലെങ്കിൽ പട്ടാള വേഷം കുറച്ച് സ്റ്റിഫായിട്ടുള്ളത്. ഇതിനകത്തും again yes, I'm a police officer who is investigating this case. ഞാൻ അബുസലീമും ഉള്ള ആ ഒരു ടീമിൻ്റെ ആ സസ്പെൻസ് ത്രില്ലർ എന്നുള്ള സോണിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇന്ന് അതിന് വളരെയധികം പ്രസക്തിയുള്ളൊരു കാലം കൂടിയാണ്. ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകൾ പലതും നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ആളുകൾ സിനിമ ചെറിയ ആളുകളെ വെച്ചിട്ട് സിനിമ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കഥ കൊള്ളാൻ കാണാൻ കൊള്ളാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം ഓടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമയിൽ ആരാ ആർട്ടിസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേജർ ഒരു ആർട്ടിസ്റ്റ് ഒന്നുമല്ല. ബട്ട് ദെൻ യെസ്, കിട്ടുന്ന റോള് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും ഹീറോയിൻ എന്തെങ്കിലും ചെയ്ത് പറയണ്ടേ അവരടുത്ത് പറഞ്ഞു. എൻ്റെ പേര് നിത, ഞാൻ ട്രിവാൻഡ്രത്തിന് വരുന്നു. ഇതെൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ഫസ്റ്റ് മൂവിയിൽ തന്നെ നല്ല റോൾ ചെയ്യാൻ പറ്റിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇത്രയും നല്ല ആക്ടേഴ്സിനെ കൂടി ചെയ്യാൻ പറ്റുന്നത് വളരെ സന്തോഷം. പിന്നെ ഈ മൂവിയിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ആനി എന്നാണ്. ഇതിൽ 3 നായികമാരുണ്ട്, അതിലൊരാളാണ് ഞാൻ. നമസ്കാരം. ആദ്യമായിട്ട് ഈ സിനിമയിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ ഡയറക്ടർ സക്കീർ, ഷഫീഖ് കാരാട്ട് എൻ്റെ സ്ക്രിപ്റ്റാണ്. പിന്നെ DOP നമ്മുടെ പ്രിയപ്പെട്ട എന്തോ ഇല്ലേ ഉണ്ട്.
ഇതിൻ്റെ ഷാസ്, ഷൗക്കത്ത്, ഒരു സൗഹൃദത്തിൻ്റെ ഞാൻ ആ സിനിമയുടെ ഭാഗമായി എന്നെ വിളിച്ച് ഞാൻ അവിടെ ചെന്നു. എനിക്ക് മനസ്സിലായത് ഒരു വലിയൊരു സൗഹൃദത്തിൻ്റെ ഒരു കൂട്ടായ്മ ഈ സിനിമയുടെ മുന്നിന് പിന്നിലുണ്ട്. പരമാവധി എല്ലാം ഒതുക്കി ചെയ്യുന്ന രീതിയിൽ വളരെ സന്തോഷത്തോടുകൂടി 2 ഷെഡ്യൂളാക്കി ഞാൻ 2 പ്രാവശ്യം അത് ഇവരുടെ ഒരു പ്ലാനിങ് വലിയ ബഡ്ജറ്റൊന്നും ഉപയോഗിച്ചല്ല ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവരുടെ പ്ലാനിങ് ഭയങ്കര രസമായിരുന്നു. അതിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചു ഭയങ്കര കണക്ട് ചെയ്ത് ഒരു സസ്പെൻസിലേക്ക് എത്തുന്ന ഒരു ആക്ഷൻ ത്രില്ലർ മൂവി. അതിൽ എൻ്റെ ക്യാരക്ടർ ഭയങ്കര രസമുള്ളൊരു അച്ഛനാണ്. സിനിമ തിയേറ്ററിൽ പോയി കാണണം. പിന്നെ ഈ സൗഹൃദത്തിൻ്റെ ഈ കൂട്ടായ്മയിൽ നിന്നുണ്ടാകുന്ന സിനിമകളെ നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്. തിയേറ്ററിൽ തന്നെ പോയി നമ്മളിത് കാണുകയും ഈ ചെറിയ സിനിമകളെ നമുക്ക് വിജയിപ്പിക്കാൻ കഴിയുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ മലയാളത്തിൽ നമ്മൾ വിചാരിക്കും വലിയ സിനിമകൾ മാത്രം വാഴുന്നതാണ് ഏറ്റവും നല്ലതെന്ന്. ഒരിക്കലുമല്ല. അതിൽ ചെറിയ സിനിമകൾ വിജയിക്കുകയൂടെ ചെയ്യുമ്പോഴാണ് പുതിയൊരു ലോകമുണ്ടാകുന്നത്. തെലുങ്ക് സംഗീതം എന്ന് പറയുന്ന മൂവി, ഈ കൂട്ടായ്മ, അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഇതിനകത്തുണ്ട്. തീർച്ചയായിട്ടും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. മേജർ രവി സാറ്, നിഷാന്ത് സാഗർ, അതുപോലെ അബു സലീം, വളരെ സീനിയറായിട്ടുള്ള ഇവരൊക്കെ ആയിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷം മറ്റൊരു വസ്തുണ്ട്. ഗംഭീരമായിട്ടായിരുന്നു ഈ ടീം ഈ ഓരോ സീനുകളും വർക്ക് ചെയ്തത്. ഒരു തരത്തിലും സാധാരണയൊക്കെ സെറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ മണിക്കൂറുകളോളം നമ്മൾ ഈ ബുദ്ധിമുട്ടി വിഷമിച്ച് ഒരു കൂടെ ഓടുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം അത് ഇവിടെ വിജയവും അതിലൊരു പ്ലാനിങ്ങും തന്നെയാണ്. അപ്പോൾ ആ പ്ലാനിങ് തീർച്ചയായിട്ടും സിനിമയുടെ ടോട്ടൽ ഇതിനകത്തുണ്ട്. പിന്നെ മ്യൂസിക്കും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്ത് പിന്നെ പ്രൊഡ്യൂസർ സൈഡിൽ നിന്നൊക്കെ ഏറ്റവും നല്ല സപ്പോർട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ കൂട്ടായ്മയുടെ സിനിമ തെലുങ്ക് സഹിതം ഈ ജൂൺ 6-ാം തീയതി തിയേറ്ററിൽ എത്തുന്നുണ്ട്. എല്ലാവരുടെയും എന്താ പറയുക അനുഗ്രഹവും ഒക്കെ ഉണ്ടാവണം. നിങ്ങളുടെ സപ്പോർട്ടും വളരെ അത്യാവശ്യമാണ് കേട്ടോ. കാരണം പ്രേക്ഷകരുടെ മനസ്സിലേക്ക് സിനിമ എത്തിക്കുന്നത് വലിയൊരു പങ്ക് വഹിക്കുന്നത് സോഷ്യൽ മീഡിയ. അപ്പം നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഒരു സഹായം ഈ ചെറിയ സിനിമയ്ക്ക് ഉണ്ടാവണം ഉറപ്പായിട്ടും. ഞങ്ങളുടെ കൂടെ, ഞാനിപ്പോൾ ഇവരുടെ ടീമാണ് സാറേ, ഞങ്ങളുടെ കൂടെ നിങ്ങളുണ്ടാവണം. താങ്ക് യു. ഇപ്പം നേരത്തെ പറഞ്ഞ വലിയ സിനിമകൾ മാത്രമാണ് സിനിമ എന്ന് വിചാരിക്കുന്ന ഒരു കാലമുണ്ട്. പക്ഷെ അതിനൊക്കെ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളെയൊക്കെ നിങ്ങളെപ്പോലുള്ള ഈ ഓൺലൈൻ മാധ്യമം അല്ലെങ്കിൽ മീഡിയക്കാർ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരു സിനിമയെക്കുറിച്ച് പോസിറ്റീവായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും നന്നായിട്ട്. പക്ഷെ സംഭവം നമ്മൾ തിയേറ്ററിൽ പോയിട്ട് കാണാൻ പറ്റാത്ത സിനിമകൾ, ഞാൻ ഇപ്പോൾ അതിനൊരു ഉദാഹരണം പേരെടുത്ത് പറയാം. എന്ന് പറഞ്ഞിട്ടൊരു പടമാണ്. ഞാനൊന്ന് OTT കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു, ദൈവം ഇത് ഞാനൊന്ന് തിയേറ്ററിൽ പോയി കണ്ടില്ല. പുതിയ ആർട്ടിസ്റ്റുകൾ അവരെന്ത് പെർഫോമൻസ് ചെയ്തിരിക്കുന്നു, നമ്മളെ ഇരുത്തി കരയിപ്പിക്കുന്ന, ഇമോഷണലായിട്ട് ആ സിനിമയിൽ കൂടെ കൊണ്ടുപോകുന്ന അതുപോലുള്ള സിനിമകൾ. അപ്പം ഇങ്ങനെയുള്ള സിനിമകളെയും നമുക്ക് വളർത്തിയെടുക്കണ്ടേ എന്നുള്ളൊരു തോന്നൽ നമുക്ക് വേണം. ബിക്കോസ് എല്ലാം വലുത് മാത്രമായി കഴിഞ്ഞാൽ എത്രയോ വലുത് തകർന്നടിഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ എത്രയോ ചെറിയ സിനിമകൾ
വളരെയധികം കൂറ്റൻ വിജയങ്ങൾ കൈവരിച്ചിട്ടുള്ള ഒരു നാടാണ് ഈ കേരളം. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഈ സിനിമയ്ക്ക് വേണം. 10 പേര് കണ്ടാലാണ് സിനിമ മുന്നോട്ട് പോകുള്ളൂ. അതിന് കാണാൻ ഇതിലാരും ഇല്ല, അങ്ങനെ ആറ്റിറ്റ്യൂഡ് ആദ്യം മാറ്റണം. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ യെസ്, ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ടും ചിലപ്പോൾ നമ്മൾ ഡിസപ്പോയിൻ്റ് ആവാറില്ല. അതുകൊണ്ട് ജസ്റ്റ് യുവർ സപ്പോർട്ട്, അതാണ് ഇങ്ങനൊരു പ്രസ് മീറ്റിൻ്റെ ബേസിക് ഐഡിയ. എന്ത് പറയുന്നു ഡയറക്ടർ? ശർമാജി പറഞ്ഞൊരു കാര്യം ഞാൻ പറയണം. ഇതിൻ്റെ ഒരു സുഹൃത്ത് വലയം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഈ പടം തുടങ്ങിയത് മുതൽ ഇതുവരെ എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുക്കൾ ആരും എങ്ങോട്ട് പോകാണ്ട് എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. കൃഷ്ണദാസിൻ്റെ സുഹൃത്ത് ഷഫീഖ്, അതിലൊക്കെ ഉപരി ഈ സിനിമയുടെ DOP എന്ന് വെച്ചാൽ പല സമയങ്ങളിലും ഒരു പുതിയ ഡയറക്ടർ എനിക്ക് ഒരുപാട് പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. കാരണം എൻ്റെ പ്രൊഡ്യൂസർ നാട്ടിലില്ല, അയാൾ വിദേശത്തെ ബിസിനസ്സുകാരനാണ്. ഇതിൻ്റെ ഒരു വേള ഇതിൻ്റെ പ്രൊഡ്യൂസറായിട്ടും ഇതിൻ്റെ ഡയറക്ടറായിട്ടും ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ട്. സമ്മർദ്ദങ്ങളുടെ ഇടയിൽ ഞാൻ ഒരു സമയത്ത് നിർത്താൻ വരെ വിചാരിച്ച ആളാണ്. പക്ഷേ എൻ്റെ DOP എന്നെ വിളിച്ചൊരു കാര്യം പറഞ്ഞു, ഷക്കീർ ഒരു കാര്യം ടെൻഷൻ എടുക്കണ്ട, ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാകുന്നുണ്ട്. സാധാരണ ഞാൻ കണ്ടിട്ടുള്ള ക്യാമറമാൻമാരൊക്കെ ഒരു ഡെയിലി 1-2 സീനൊക്കെ വരുന്നത് എനിക്ക് പറഞ്ഞ ദിവസത്തിനെക്കാളും 5 ദിവസം മുൻപേ എൻ്റെ സിനിമ ടേക്കപ്പ് ആക്കുന്നതാണ് വലുത്. അതുകൊണ്ടാണ് ശർമാജി പറഞ്ഞത് ഞങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഓടുക എന്ന് പറഞ്ഞത്. സംഭവം സത്യമാണത്. അതുകൊണ്ട് എനിക്ക് എടുത്ത് പറഞ്ഞേ പറ്റും. ഈ ആത്മാർത്ഥതയുടെ പിന്നിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നൊരു കാര്യമാണ് ലഹരി എന്ന് പറയുന്നത്. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ മനുഷ്യൻ്റെ ജീവിതവും അവൻ്റെ യാഥാർത്ഥ്യവും ഒരു വശത്ത് കൈകാര്യം ചെയ്യുന്നതോടൊപ്പം തന്നെ മനുഷ്യൻ ജീവിക്കുന്ന പ്രതീക്ഷകൾ മുമ്പിൽ വെച്ചുകൊണ്ട് ഓരോ വൈകുന്നേരങ്ങളിലും നമ്മൾ കിടക്കുന്നത് നാളെ ഇന്ന കാര്യം ചെയ്യണം എന്ന് പറയുന്ന, ഇല്ലെങ്കിൽ ഇന്നതാകണം എന്ന് പറയുന്ന പ്രതീക്ഷയോട് കൂടിയാണ്. ആ പ്രതീക്ഷകളെ മുഴുവൻ തകിടം മറിക്കുന്ന തരത്തിലാണ് നമ്മുടെ സമൂഹത്തിൽ ഒരു ചെറിയ അളവിലാണെന്നുണ്ടെങ്കിൽ പോലും ഈ ലഹരി മനുഷ്യൻ്റെ മുഴുവൻ സ്വപ്നങ്ങളെയും നശിപ്പിക്കുന്ന തരത്തിലുള്ള, നമ്മൾ ഈ വെഞ്ഞാറമൂട് നടന്ന ഒരു ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ പോലും അതിനുശേഷമാണ് വളരെ ശക്തമായത്. കോഴിക്കോട് മറ്റേ താമരശ്ശേരിയിലൊക്കെ നടന്നിട്ടുള്ള കുടുംബങ്ങളുടെ മാത്രമല്ല, ആ പ്രദേശത്തിൻ്റെ മുഴുവൻ ജീവിതത്തെയും മാറ്റിമറിക്കുന്ന തരത്തിലേക്ക് ലഹരി ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നൊരു പ്രശ്നമായിരിക്കും. മുഴുവൻ താളത്തെയും മാറ്റുന്നുണ്ട്. ഈ സിനിമ ആ വിഷയം വളരെ ശക്തമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒരു കൂട്ടം മനുഷ്യരുടെ ജീവിതത്തെ, അവരുടെ സ്വപ്നത്തെ മുഴുവൻ തകിടം മറിച്ചുകൊണ്ട് ചില വ്യക്തികളുടെ പ്രവർത്തനങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു, അതുപോലെ തന്നെ ഈ കൂട്ടായ്മയിൽ ഇവരെല്ലാവരും, കാരണം അതിൻ്റെ ഒരു സന്തോഷം ഭയങ്കര, ഇവരൊരുമിച്ച് ഓരോ ഏരിയയും വളരെ ചെറിയ ബഡ്ജറ്റ് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ബഡ്ജറ്റ് വളരെ ഒതുക്കി ഒരു സ്പേസ് അത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കിയെടുക്കുന്നതിൽ മിതമായ രീതിയിൽ പൈസ മുടക്കി, അത് വളരെയധികം വളരെ ആഘോഷിച്ചുകൊണ്ട് പൈസ മുടക്കാതെ വളരെ പരിമിതമായിട്ട് ഏറ്റവും മികച്ച സിനിമ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ച ഈ കൂട്ടായ്മ, ആ കൂട്ടായ്മയുടെ കൂടെ നിങ്ങൾ ഉണ്ടാവണം. എൻ്റെ പേര് ഷഫീഖ് ആരാടെന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഈ കഥ ഒരു പക്ക നാട്ടിൻപുറത്ത് നടക്കുന്നൊരു കഥയാണ്. നാട്ടിൻപുറത്ത് നടക്കുന്നൊരു വ്യത്യസ്ത കൊലപാതകങ്ങൾ, അതിൽ നിന്ന് പോകുന്ന അന്വേഷണങ്ങളും മറ്റു കാര്യങ്ങളും ട്വിസ്റ്റുകളും അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നൊരു ലഹരിക്കെതിരെയുള്ളൊരു സിനിമ തന്നെയാണ്. പിന്നെ ബാക്കി ഇവരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞു, ഇപ്പം ഞാനതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് പ്രേക്ഷകരെല്ലാവരും ഈ സിനിമ കണ്ടിട്ട് വിജയിപ്പിച്ച് തരണം എന്ന് മാത്രമേ പറയാനുള്ളൂ. നമസ്കാരം. ആദ്യമായിട്ടാണ് ഞാനൊരു മീഡിയാസിൻ്റെ മുന്നിൽ എത്തുന്നത്.
ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് ഡയറക്ടർ സാറ് സക്കീർ സാറിനോട് തന്നെയാണ്. ഓഡിഷൻ തൊട്ട് ഓരോ ക്യാരക്ടറിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും തന്ന് അത് ചെയ്യിപ്പിച്ചെടുത്തത് അത് മോശമല്ലാത്ത രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. പ്രിവ്യൂ കണ്ടിട്ട് എല്ലാവരും നമ്മളോട് അത്തരത്തിലൊക്കെ സംസാരിച്ചു. പിന്നെ ഇതൊരു ടീം വർക്ക് തന്നെയായിരുന്നു. ഷഫീഖ സ്ക്രിപ്റ്റ് റൈറ്റർ, അതുപോലെ നമ്മളൊക്കെ കീർത്തി ചക്രൊക്കെ കണ്ടിട്ട് അല്ലേ ആകെ കോരിധരിച്ച ഒരു സിനിമയൊക്കെയായിരുന്നു. എൻ്റെ ഡയറക്ടർ മേജർ രവി സാറ്, അതുപോലെ ശർമാജി ഒരുപാട് സിനിമകളിൽ നമ്മളെ അതിശയിപ്പിച്ചിട്ടുണ്ട് പുള്ളിയുടെ ആക്ടിംഗ് ഒക്കെ കണ്ടിട്ട്. അതുപോലെ ഇന്ന് വരാൻ പറ്റാതിരുന്ന നിശാന്തേട്ടൻ, അബുക്ക, അതുപോലെ നിർമ്മൽ പാലാഴി, പ്രതിഭേട്ടൻ, ഇവരൊക്കെ നമുക്ക് തന്നൊരു സപ്പോർട്ട് വളരെ വലുതായിരുന്നു. ഇല്ല, നിർമ്മലേട്ടൻ വന്നിട്ടില്ല. അപ്പോൾ ജൂൺ 6 ഇറങ്ങുന്ന ഈ ഒരു ചെറിയ സിനിമ, അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഒക്കെ പറഞ്ഞു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്നെപ്പോലെ ഞങ്ങളെപ്പോലെ ഉള്ള കുറച്ച് പുതിയ ആളുകളും ഇതിൽ ക്യാരക്ടർ റോളുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ആത്മാർത്ഥമായ സപ്പോർട്ട് ഈ സിനിമയ്ക്കും ഞങ്ങൾക്കും വേണമെന്ന് ആഗ്രഹിക്കുന്നു. സോ താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് കൃഷ്ണദാസ്, സ്ഥലം പെരിന്തൽമണ്ണക്കടുത്ത് പൂന്താനം. ഞാൻ ഈ പടത്തിൻ്റെ പ്രൊഡക്ഷൻ കോർഡിനേറ്ററാണ്. കൂടുതലൊക്കെ ഇതൊക്കെ സംസാരിച്ചു. ഞാനും ഈ സിനിമയിൽ ചെറിയ രഹസ്യവേഷം ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ സിനിമ കാണുക, പ്രോത്സാഹിപ്പിക്കുക. പുതിയ കുറച്ച് കലാകാരന്മാർ ഈ സിനിമയിൽ മുഖം കാട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഡയറക്ടറുടെ പ്രിയ സുഹൃത്ത് സക്കീർ, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് മൂവി. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വിജയിപ്പിക്കുക. താങ്ക് യു. എല്ലാ മീഡിയാസിനും നമസ്കാരം. ഇത് നമ്മുടെ സക്കീർ, അങ്ങനെ ഒരു പറ്റം പുതിയ ആളുകളുടെ സ്വപ്നങ്ങളാണ് ഈ സിനിമ. ഞങ്ങളത് വളരെ ചുരുങ്ങിയ ദിവസം, ചുരുങ്ങിയ ബഡ്ജറ്റിലും ഒത്തിരി പ്രതിസന്ധികളിനുള്ളിൽ നിന്ന് ചെയ്ത സിനിമയാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഈ സിനിമ റിലീസാവുന്ന ദിവസവും തുടർന്ന ദിവസവും എല്ലാ മീഡിയാസും ഒന്ന് കൂടെ നിൽക്കണം. ഈ സിനിമ വിജയിപ്പിക്കണം. കാരണം ഈ സിനിമ വിജയിച്ചാൽ മാത്രമേ സക്കീർ എന്ന് പറഞ്ഞൊരു ഡയറക്ടർ നാളെ മലയാള സിനിമയിൽ ഉണ്ടാവുള്ളൂ. അതുപോലെ റൈറ്റർ, അങ്ങനെ എല്ലാവരും കുറേ ആളുകളുടെ സ്വപ്നമാണ്. എനിക്ക് മീഡിയാസിന് പറയാനുള്ളത് അതാണ്, കൂടെ നിൽക്കണം. ചെറിയൊരു പടം, നല്ലൊരു കഥ, ഇതിലെ കഥയാണ് താരം. അപ്പം എല്ലാവർക്കും താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് മീഡിയക്കാർക്ക് നേരത്തെ അറിയാൻ ഒരുപാട് സിനിമകളൊക്കെ നമ്മളോട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. മേജർ സാറിൻ്റെ മിഷൻ സീൻ എന്ന് പറഞ്ഞ സിനിമ ഞാനാണ് റിലീസ് ചെയ്തത്. ആക്ച്വലി നമ്മൾ ലാസ്റ്റ് മന്ത് പ്ലാൻ ചെയ്ത സിനിമയാണ്. അത് ചെറിയൊരു ഡേറ്റിൻ്റെ പ്രശ്നങ്ങളുകൊണ്ടും സെൻസർ പ്രശ്നങ്ങളും മാറിയതാണ്. സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഗംഭീര സിനിമയാണ്. ഒരു ചെറിയ സിനിമയാണ്, അത് പടം കണ്ട് പറയത്തില്ല. ഞാൻ ഈ പടം കണ്ടിട്ടാണ് കമ്മിറ്റ് ചെയ്തത്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റും അവരുടേതായ പെർഫോമൻസ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ തിയേറ്ററൊക്കെ കൺഫേം ചെയ്തിട്ടുണ്ട്. കാരണം സാധാരണ ICC പടങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ഇവർക്ക് തിയേറ്റർ പാർട്ടി പെരുന്നാൾ നീട്ടൊന്നും തരത്തില്ല. ഞാൻ ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞു, നമുക്ക് ഈ പടം ചെയ്യാം, ട്രailer നന്നായിട്ടുണ്ട് ഷാനോ, നമുക്ക് ഈ പടം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ മാൾസിലും അല്ലെങ്കിൽ എല്ലാ സിംഗിൾ സീൻസും പടം വെച്ചിട്ടുണ്ട്. അതിന് നിങ്ങളുടെ ഒരു മീഡിയാസിൻ്റെ ചെറിയൊരു സപ്പോർട്ടുണ്ടെങ്കിൽ ഈ പടം ക്ലിക്കാവാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഒരു പ്രോജക്റ്റാണ്. അപ്പം നമ്മളോട് സഹകരിക്കുക. താങ്ക് യു ഫോർ ഓൾ. പോലീസ് ഓഫീസർ വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ എല്ലാം ഒന്നുപോലെ ഇരിക്കും. എൻ്റെ പോലീസ് വേഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം കരിക്കുന്നം സക്സസിൽ അഭിനയിച്ചിരുന്ന ആ ഒരു പോലീസ് വേഷവും ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന സിനിമയിലുള്ള കമ്മീഷണറുടെ വേഷവും രണ്ടും അജഗജാന്തരം വ്യത്യാസമാണ്. യൂണിഫോം ഒന്ന് തന്നെയാണ്. ബട്ട് ദെൻ ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ടും അതുപോലെ തന്നെ ആ ഡയറക്ടർ പറയുന്നതിനനുസരിച്ച് ആ ക്യാരക്ടർ വരുമ്പോഴാണ് നമ്മൾ വ്യത്യസ്തമാവുന്നത്. അപ്പോൾ ഇതിനകത്തും അതുപോലെ തന്നെയാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന സമയത്തുണ്ടാകുന്ന എൻതൂസിയാസവും അതിനെ പിടിച്ചു പോകുന്ന ആ ഒരു പോലീസ് ഓഫീസർ. അപ്പോൾ എനിക്കത് ചെയ്ത സമയത്ത് യെസ്, ഐ ഫൗണ്ട് സ്റ്റോറി ഇൻട്രസ്റ്റിംഗ്. ഇതാണ് പോലീസ് വേഷം ചെയ്യുക എന്ന് പറയുന്ന സമയത്തുള്ള വ്യത്യസ്തത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ കഥയ്ക്കനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനകത്തും ആ ഒരു വ്യത്യസ്തതയാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പം ആക്ഷൻ ഹീറോ ബിജു സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തുള്ളത് സീരിയസ് ആണെങ്കിൽ ഒരു കോമിക്കൽ അപ്രോച്ച് ആയിരുന്നു. എല്ലാവരും എൻ്റെ ക്യാരക്ടർ കണ്ട് ചിരിച്ചിട്ടുള്ളൊരു പടം, ഈവൻ കുട്ടികളടക്കം ആ തെറി വിളിക്കുന്ന സീൻ. അപ്പോൾ അതെന്താണ്, ഒരു പോലീസ് ഓഫീസർ അങ്ങനെ ചെയ്യാമോ ഇല്ലേ
അതിനകത്തുള്ള വിരോധാഭാസങ്ങൾ എല്ലാം ആ ക്യാരക്ടറിലുണ്ട്. പക്ഷെ ബാക്കി പല സീക്വൻസുകളും നോക്കിക്കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിരിക്കും. ഇതിൽ ഞാൻ കുറച്ച് സീരിയസ് ആണ്. അത് ഷൈൻ ഓൾറെഡി കഥയെല്ലാം ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ആ സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഷൈൻ ഇഷ്ടപ്പെടില്ല. അവനിവിടുന്ന് കേരളത്തിൽ നിന്ന് പുറത്ത് കുറേ ദൂരത്ത് പോയിട്ട് ഒരു ബോർഡർ ഏരിയയിൽ ഷൂട്ടെല്ലാം ചെയ്തിട്ട് വന്നിട്ടുണ്ട് കുറച്ച് സീക്വൻസ്. അപ്പം ഷൈനെ സംബന്ധിച്ചിടത്തോളം അത് പുറത്ത് വിടണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആ സ്ഥലം പറയുന്നില്ല. പക്ഷെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം ഷൈൻ പെട്ടെന്ന് ഒരു പടം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിവിൻ പോളിൻ്റെയും ഡേറ്റും കൂടെ ഒന്നും മാറിയിരിക്കുന്നു. ബിക്കോസ് ഈസ് ഡൂയിങ് ഇപ്പം ലിസ്റ്റിൻ്റെ പടം ചെയ്യുന്നുണ്ട്. എൻ്റെ അസിസ്റ്റൻ്റാണ് അത് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പടത്തിനകത്ത് ഫസ്റ്റ് ഷെഡ്യൂൾ ചെറുതായിട്ട്. നോർമലി കുറച്ചുമ്പോ പറഞ്ഞല്ലോ ചെറിയ പടങ്ങൾ അംഗീകരിക്കപ്പെടേണ്ടതാണ്, ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. പക്ഷെ പലപ്പോഴും സിനിമകളിൽ പറഞ്ഞ പോലെ താരങ്ങളുടെ മൂല്യങ്ങൾ വെച്ചിട്ടാണ് സിനിമകൾ ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. കാരണം ഒരു പ്രൊഡ്യൂസറുടെ അടുത്ത് കഥയുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇന്ന താരത്തിന്റെ ഡേറ്റ് ഉണ്ടോ എന്ന് നോക്കാം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ മലയാള സിനിമയ്ക്ക് ഫേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തിയുള്ളതാണ്. ഞാനടക്കം ഇന്ന് എനിക്കിപ്പം ഒരു പടം ചെയ്യണമെങ്കിൽ ഏതൊരു ആർട്ടിസ്റ്റ് അടുത്തും പോവാം, പറയാം. ബട്ട് ദെൻ ഈ ചോദിച്ചൊരു ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ബിക്കോസ് പ്രൊഡ്യൂസേഴ്സ് ആദ്യം ചോദിക്കുന്നത് ഇത് തന്നെ ആയിരിക്കും, ഇതെങ്ങനെ എനിക്ക് വിൽക്കാൻ പറ്റുമോ. പക്ഷെ അവിടെ റിസ്ക് എടുക്കുന്ന ചില പ്രൊഡ്യൂസേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽപ്പെടുന്ന ഒരു ഗണത്തിലാണ് ഈ സിനിമയ്ക്ക് വരുന്നത്. കാരണം കഥയിൽ ഉണ്ടെങ്കിൽ യെസ് എനിക്ക് ആർട്ടിസ്റ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ചെയ്യാവും. അപ്പം ഞാനും ഒരു പടം ഇതുപോലെ തന്നെ ന്യൂ കമേഴ്സിനെ വെച്ച് ചെയ്യാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് കഥയ്ക്കകത്ത് കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് ഇപ്പം ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ നിങ്ങളെപ്പോലുള്ള ആളുകൾ ഉള്ളതുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് വെച്ചിട്ട് പ്രിവ്യൂ വയ്ക്കും. നിങ്ങൾ തോന്നിയത് എഴുതിക്കുമെന്ന് പറഞ്ഞിട്ട്. കാരണം എനിക്ക് അതിൻ്റെ കോൺഫിഡൻസ് ഉണ്ട്. ഈ കഥയിൽ എനിക്ക് ഒരാൾക്ക് ഇതിനെ കുറ്റം പറഞ്ഞ് തേക്കാൻ പറ്റില്ല എന്നുള്ള കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു അതെല്ലാം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് ഇവിടെ റിലീസ് ചെയ്യാം. അപ്പം ഇവിടെ ഉള്ളത് ഒന്ന് ബിസിനസ്, പ്രൊഡ്യൂസേഴ്സ് ചിലത് നോക്കുന്ന ബിസിനസ്. എനിക്ക് അവിടെ നിന്നുള്ളതെല്ലാം കാശ് കിട്ടിയിട്ട് അത് സേഫ് ആയിരിക്കണം. ഞാൻ ഒരു സിനിമ പേര് പറയുന്നില്ല, മോഹൻലാലിനെ വെച്ചിട്ട് ചെയ്യുന്നൊരു പടമായിരുന്നു. പിന്നീട് ഞാനും ലാലിനും കൂടെ ഒരു ഡിസ്കഷൻ നടത്തി. ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് ഒരു ദിവസം രാത്രി വിളിച്ചു വെച്ചാൽ ഈ ക്യാരക്ടർ എൻ്റെ ഏജിന് ഇതിന് മാച്ച് ആവുമെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കുണ്ട്, ഞാൻ പിന്നെ കുറച്ച് സ്വാർത്ഥനായി പോയതാണ്, അത് നമുക്ക് ചെറുപ്പക്കാരെ വെച്ച് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ചെറുപ്പക്കാരെ വെച്ച് ചെയ്തു. പക്ഷെ അവിടെയും ആ ചെറുപ്പക്കാരെ വെച്ച് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ പുതിയ ആളെ വെച്ച് ചെയ്യാം. ആ കഥയിൽ എനിക്കുള്ള കോൺഫിഡൻസ്. പക്ഷെ അത് പിന്നെ തട്ടിത്തിരിഞ്ഞൊരു സ്റ്റാർ തന്നെ വന്നു ചെയ്തു. അപ്പം നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇപ്പം പ്രൊഡ്യൂസേഴ്സ് ഇപ്പം ഇന്നിവിടെ ആരാ പ്രൊഡ്യൂസേഴ്സ് അത് പറയും. പണ്ട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു. അവർ വീട്ടിൽ നിന്ന് പൈസ കൊണ്ടുവന്ന് ബാഗിലൊക്കെ ആക്കി കൊണ്ടുവന്നിട്ട് ചെയ്യും. എന്നിട്ട് തിയേറ്റേഴ്സുകാരുടെ സപ്പോർട്ട്. അന്ന് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം കട്ടായി. ഒരു ഫൈനാൻസറുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് കാശ് വാങ്ങിച്ചിട്ട് ഇവിടെ വന്ന് ബാക്കിയുള്ളതെല്ലാം സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പേരുള്ളവർ പടം ചെയ്യുന്നുണ്ട്. ഇല്ലാത്തവരെന്ത് ചെയ്യും? ഇതുപോലുള്ളവർ അവരവരുടെ കയ്യിലുള്ള കാശ് ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു പടം ചെയ്യും. അപ്പം അതിന് നിങ്ങളെപ്പോലുള്ള ആളുകൾ, ബിക്കോസ് നമുക്കെല്ലാവർക്കും സോഷ്യലി ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. നമ്മളൊരു ക്യാമറയും തൂക്കിക്കൊണ്ട് നടക്കുന്ന സമയത്ത് ഇതിൽ കൂടെ എനിക്ക് നെഗറ്റീവ് ന്യൂസ് പഠിക്കാൻ പറ്റും, പോസിറ്റീവ് പഠിക്കാൻ പറ്റും. ആ ഞാൻ പറയുന്ന വാക്കാണ് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നത് എന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ടെങ്കിൽ ട്രൈ ടു ബി പോസിറ്റീവ് ഓൾവേസ്. നമ്മളൊരാളെ പറ്റി കുറ്റം പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ അതിൻ്റെ കുറ്റമല്ല, അതിനപ്പുറത്ത് എന്ത് കഷ്ടപ്പാടുണ്ടായിരുന്നു എന്ന് പറയാൻ പലരും മടിക്കുന്നുള്ളതെന്നല്ല, അതൊരു മൈൻഡ് സെറ്റാണ്. അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ഇല്ലാത്ത നിങ്ങളെപ്പോലുള്ളവരുണ്ടെങ്കിൽ ഇതുപോലെ പുതിയ പ്രൊഡ്യൂസേഴ്സും വരും, ഡയറക്ടേഴ്സും വരും, ആക്ടേഴ്സും വരും. അപ്പോൾ ഈ ക്ഷാമം മാറും. അപ്പം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെന്താണെന്നറിയോ, പണ്ട് കാലത്ത് ഈ പോലീസ്, ഞാൻ എൻ്റെ ഒരു പടത്തിനകത്ത് ഒരു ഡയലോഗ് എഴുതിയിട്ടുണ്ടായിരുന്നു മിഷൻ 90-ൽ. പണ്ടൊക്കെ കുട്ടികൾ ചാപ്പാട് കഴിക്കാതിരിക്കുന്ന സമയത്ത് ദാ പോലീസ് വരും കേട്ടോ എന്ന് പറയും, പേടിപ്പിക്കും. പക്ഷെ അന്യരാജ്യങ്ങളിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ അടുത്ത് പറയുന്നത് എന്താണെന്നറിയോ, മോനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലീസ് അങ്കിൾ ഉണ്ടായിരിക്കും, അവിടെ പോയി പറയാം. അവിടെ അങ്കിളായി. ഇവിടെ പോലീസിനെ പേടിപ്പിക്കാനാണ്. അതാണ് നമ്മൾ ആദ്യം മാറ്റിയെടുക്കുന്നത്. പോലീസ് എന്ന് പറയുന്നതിൽ പല വിഭാഗം, നമ്മൾ ഇത്രയും ആൾക്കാരിരിക്കുന്നത് പലരുടെയും സ്വഭാവം പറയായിരിക്കും.
ഇതുപോലെ പോലീസിനകത്ത് കാണും. അപ്പം യൂണിഫോം ഇട്ടു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കുറ്റക്കാരല്ല, അല്ലെങ്കിൽ എല്ലാവരും ബാഡ് പീപ്പിൾ അല്ല. ദർ ആർ ലോട്ട് ഓഫ് ഗുഡ് പീപ്പിൾ. എത്രയോ ആളുകളുണ്ട്. അങ്ങനെയുള്ള കർമ്മങ്ങൾ നിങ്ങൾ ഒരിക്കലും കാണുന്ന പോലുമില്ല. ആ പാവപ്പെട്ടവൻ ഇന്നും ഒരു ഹെഡ് കോൺസ്റ്റബിൾ ആയിട്ട് റിട്ടയർ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പോയി കഴിഞ്ഞാൽ പിന്നെ അവർ ദാരിദ്ര്യവും ഇതുണ്ടായിരുന്നു. ചിലരുണ്ട്, ഞാൻ മദ്രാസിലൊരു പോലീസിനെ കണ്ടപ്പോൾ 5 വിരലും ഡയമണ്ട് റിങ്സ്. ഇതും കൊണ്ട് നടക്കാൻ ഇയാൾക്ക് നാണമില്ല എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഒരു പോലീസ് സബ് ഇൻസ്പെക്ടർ 5 ഫിംഗറിലും ഡയമണ്ട് റിങ് ഇട്ടുകൊണ്ട് നടക്കുന്ന വാങ്ക സാർ ഉക്കാറിൻ്റെ ഞാൻ കണ്ണിന് കൈ നോക്കുമ്പോൾ ഈ മനുഷ്യ ഒരു വിധത്തിലുള്ള നാണമില്ലേ? ഇത് എവിടെ നിന്ന് വന്നിരിക്കുന്ന ഒരു സാധാരണ സബ് ഇൻസ്പെക്ടർ ആയിരുന്നു? സോ എല്ലാവരും ഒരുപോലെയല്ല. ദർ ആർ ലോട്ട് ഓഫ് ഗുഡ് പീപ്പിൾ. അവരെന്നും സൈക്കിൾ ചവിട്ടി പോകുന്നവരുണ്ട്. അപ്പം ഓരോ സിനിമയിലും കാണുന്ന, നിങ്ങൾ ആക്ഷൻ ഹീറോയിൽ കണ്ടു, കാലത്തൊട്ടിട്ട് വൈകിട്ട് വർക്ക് ചെയ്യും. സിമ്പിളായിട്ടുള്ള കാര്യം. ഇന്ന് കാലത്ത് കൊണ്ടുവന്ന ജംഗ്ഷനിൽ ഇവിടെ നിൽക്കുന്ന പോലീസുകാരൻ ഓണം അവനവിടെ നിൽക്കുന്നുണ്ട്. ആ പോലീസുകാരൻ്റെ വീട്ടിലൊരു ഭാര്യയും മക്കളോടെ കാത്തിരിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ എൻ്റെ ആങ്ങളെ വരുമെന്നും പറഞ്ഞു. പക്ഷേ ഇവിടെ കൊണ്ടുവന്നൊരു 12 മണിക്ക് ഡ്യൂട്ടി കഴിയേണ്ട ആൾക്ക് 11:45 ഓർഡർ വരുന്നത്. അതാ ഓർഡർ വന്നിട്ട് കേട്ടോ, അപ്പുറത്ത് ഒരു കാർ ആക്സിഡന്റ് ആയിട്ടുണ്ട്, ആ ഭാഗത്തിട്ട് അപ്പുറത്ത് പോയിക്കോ, ഏതൊരു നേരെ വരെ പിടിച്ച് അങ്ങോട്ട് തട്ടി. അവിടെ നിന്ന് എന്തോ ആക്സിഡന്റ് ആയവരാണ് മരിച്ചിരിക്കുക, അവിടെ കാത്തു നിൽക്കുകയാണ്. പിന്നീട് ഇത് പോകുന്നത് പിറ്റേ ദിവസം കാലത്തായിരിക്കും. അപ്പം അന്നത്തെ ഉച്ചത്തെ സദ്യ പോയി അതിനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാത്രി പിന്നെ ഭാര്യ പിന്നെയും കാത്തിരിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ? ആരും കാണുന്നില്ല. എല്ലാ സർവീസിലും ഉണ്ട് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ. പക്ഷെ നമുക്ക് കാണുന്ന സമയത്ത് തെരുവിളിക്കാൻ പറയാം. അതെന്താണ്? രാഷ്ട്രീയം. രാഷ്ട്രീയക്കാർക്ക് ഓശാന പാടുന്ന പോലീസുകാരെ നമ്മൾ ഒരിക്കലും നമ്പാൻ പാടില്ല. കാരണം അവൻ ആ യൂണിഫോമിനോട് ജസ്റ്റിഫിക്കേഷൻ കാണിക്കുന്നില്ല. പക്ഷെ ഇന്ന് നമ്മൾ ചില വീഡിയോ ക്ലിപ്പിങ്സും അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പിങ്സും കേൾക്കുന്നത് താൻ പോടോ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരോട് പറയുന്ന SI CI നമ്മൾ കാണുന്നുണ്ട്. അതാണ് വരേണ്ടത്. അല്ല, രാഷ്ട്രീയം നിങ്ങൾ നിയമത്തിനെ മുഴുവൻ കയ്യിലെടുത്തുകൊണ്ട് എനിക്ക് തോന്നുന്നു മാത്രം ഞാൻ ചെയ്യുക, ഞാൻ പറഞ്ഞത് മാത്രം ചെയ്യുക. അപ്പം ഇന്നത്തെ ന്യൂസിൽ നിങ്ങൾ കണ്ടിട്ടില്ലല്ലേ, ED കരുവന്നൂർ കേസിൻ്റെ ആൾക്കാർ ചാർജ് ഷീറ്റ് സമർപ്പിച്ചു. ഇന്നും ഇവിടുത്തെ കേരളത്തിൽ നടക്കുന്ന കേരള ഗവൺമെൻറ്റിന് കണ്ടിരിക്കുന്ന ക്രൈംബ്രാഞ്ചോ ആരാണെങ്കിൽ ചെയ്യും, അവരിതുവരെ സബ്മിറ്റ് ചെയ്തിട്ടില്ല. ദാറ്റ് മീൻസ് വാട്ട്? പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ്. പോലീസിനെ ഒരിക്കലും, എന്തുകൊണ്ട് പട്ടാളവും പോലീസിനും വ്യത്യാസമുണ്ട്? പട്ടാളത്തിൽ യാതൊരു വിധത്തിലും പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ് ഇല്ല. ആര് വന്ന് ഭരിച്ചാലും സെയിം റൂള്, സെയിം പോക്ക്. അല്ലാതെ ഇപ്പം കാശ്മീരിലും പെൽഗാം ഇഷ്യൂ വന്നു, പട്ടാളക്കാർക്ക് അവിടെ ഒരാളും വേറെ ഓർഡറൊന്നുമില്ല. പ്രധാനമന്ത്രി എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് വിട്ടു തന്നു, നിങ്ങൾ ഇനി ചെയ്തു. ഇവിടെ കേരള മുഖ്യമന്ത്രി പറയും നിങ്ങൾക്ക് വിട്ടു തന്നു. നമ്മൾ തീരുമാനിക്കും അതിൽ എൻ്റെ പാർട്ടിക്കാരനുണ്ടോ ഇല്ലേ. ഇതൊക്കെ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ നിയമ ആ ഒരു സ്ഥലം അപ്സെറ്റായിട്ട് നമുക്ക് നേരത്തെ ചോദിച്ച ചോദ്യം, പോലീസുകാർ ഇത്രയും ക്രൂരത, പോലീസുകാർ ഇത്രയും കഷ്ടപ്പാട്, ഇതൊക്കെ ഈ അപ്സ് ആൻഡ് ഡൗൺസ് കാണുന്ന ഇതുകൊണ്ടാണ്. ആദ്യമായിട്ട് ഈ പൊളിറ്റിസൈസേഷൻ മാറ്റിക്കഴിഞ്ഞിട്ട് സത്യസന്ധമായിട്ട്, അല്ല ബാക്ക്ഡോർ എൻട്രി കൊടുക്കുന്ന യൂണിഫോം ഇല്ലാതെ അധ്വാനിച്ച് PSC എഴുതി വരുന്നവന്മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ they will be powerful. They will stand up and say, ഹലോ സാറേ, ആദ്യം സാറേ എന്ന് വിളിക്കും വരട്ടെന്നാണ്ട് എടുത്ത്, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ മാറ്റും. അത് അവൻ്റെ ഗട്ട്സ്. ബിക്കോസ് ഹി കെയിം വിത്ത് എ ഹാർഡ് വർക്ക്. അവിടെ സെൽഫ് റെസ്പെക്ട് ഉണ്ടായിരിക്കും. ഇപ്പോൾ പോലീസുകാരന് ആദ്യം വേണ്ടത് സെൽഫ് റെസ്പെക്ട് ആണ്. ചോദ്യത്തിന് ഉത്തരം കിട്ടിയത് അങ്ങനെ ഇന്റൻഷനിലൊന്നല്ലായിരുന്നു അത്. എന്താ പറയുന്നത്, അങ്ങനെ ഇന്റൻഷനിലൊന്നല്ല ഈ പടം റിലീസ് വെച്ചിരിക്കുന്നത്. അത് വന്നു, പിന്നെ വലിയൊരു ആൾക്കാർ പോകുന്നു, ഭയന്ന് വല്ലതും അതിന് കൂടുതൽ ഞങ്ങളൊക്കെ പോയിക്കൊള്ളാമെന്നുള്ള മാത്രം അല്ല, അവരായിട്ട് തല്ലുവിടാൻ വേണ്ടിയിട്ടൊന്നുമില്ല നിൽക്കുന്നത്. കമൽ സാർ ഇവിടെ കിടക്കുന്നത്, നമ്മളെ പോലുള്ള ആൾക്കാർ ഇവിടെ കിടക്കുന്നത്. സോ ബട്ട് കണ്ടന്റ്, സിനിമയ്ക്കകത്തൊരു കണ്ടന്റ് ഉണ്ടെങ്കിൽ അതാരും കാണുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പിന്നെ മറ്റൊരു സിനിമകളൊന്നും ബാധിക്കുന്നില്ല. വരാറുണ്ട്, പലപ്പോഴും വന്നിട്ടുമുണ്ട്. ലോട്ടറി അടിച്ചാൽ അവിടുന്ന് അത് കുറച്ചൊന്നും ഡള്ളായി എന്ന് പറഞ്ഞപ്പോൾ അന്നതൊന്നും പോയി കണ്ടേക്കാം. അങ്ങോട്ട് വരും. വലിയ സിനിമ, ഞാൻ RR എന്ന് പറഞ്ഞ സിനിമയുടെ കൂടെ ഒരു ചെറിയ സിനിമ റിലീസ് ചെയ്തു. നമ്മുടെ ഗായത്രി അഭിനയിച്ചൊരു സിനിമ. അത്യാവശ്യം നല്ല കളക്ഷൻ കിട്ടി.
അതിന് 500 പേര് കയറി, ഇതിന് 25 പേര് കയറിയാൽ മതി. ഇത് ഒറ്റയ്ക്ക് റിലീസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിന് 10 പേര് പോലും കയറത്തില്ല. അതാണ് ഇതിൻ്റെ സ്ഥിതി. അത് കണ്ടുകൂടി തന്നെയാണ് ഞാൻ അങ്ങനെ തന്നെ ചെയ്തത്. ഇത് 5-ാം തീയതിയാണ്, ഇത് 6-ാം തീയതിയാണ്, ഒരു ദിവസം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ കോൺഫിഡൻ്റ് ആണ്. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ സെൻസർ ബോർഡ് എന്ന് പറയുന്നത് വളരെ സമൂഹത്തിന് ചില യാഡ് സ്റ്റിക്കുകളുണ്ട്. ഇന്നത് ഒരു കുട്ടി കാണാൻ പാടില്ല, ഇന്നത് ഇത്ര വയസ്സായിട്ടുള്ള കുട്ടികളെ കാണാൻ പാടുള്ളൂ എന്നല്ല. അതിനാണല്ലോ പറഞ്ഞത് അണ്ടർ 13, 18, പാരന്റൽ ഗൈഡൻസ് ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ ക്ലോസ് ഉണ്ട് അതിനകത്ത്. അപ്പം അണ്ടർ 16 വിത്ത് പാരന്റൽ ഗൈഡൻസ്. അപ്പം എന്താ പാരൻസ് വേണം, ഒറ്റയ്ക്ക് ആ കുട്ടിക്ക് തിയേറ്ററിൽ പോകാൻ പറ്റില്ല. പിന്നെ ഉള്ളത് നോ ചിൽഡ്രൻ, 18 താഴ്ത്താണെങ്കിൽ കൊണ്ടുമില്ല. അപ്പം അങ്ങനെയുള്ള പടങ്ങൾ നമ്മളിപ്പോൾ റീസെൻ്റ്ലി കണ്ടതാണ്. ഉണ്ണിയുടെ മാർക്കോന് അത് ലിസ്റ്റ് ഉണ്ടായിരുന്നു, ഒറ്റ കുട്ടികൾക്ക് കയറി കാണാൻ പറ്റില്ല. സോ അത് കറക്റ്റാണ് ചെയ്യുന്നത്. പക്ഷെ ചില സ്ഥലങ്ങളിൽ എന്താ പേരെന്താ, ബിൻഷ ചില സമയങ്ങളിൽ നിങ്ങൾ പറയുന്നത് കറക്റ്റാണ്. എവിടെയോ എന്തൊരു ഇൻഫ്ലുവൻസ് നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു തോന്നൽ വരും. ഞാൻ എൻ്റെ കീർത്തിച്ചക്ര ഒരു കാര്യം പറയാം. കീർത്തിച്ചക്ര എന്ന പടത്തിനകത്ത് ഒരു 20 മിനിറ്റ് റേഞ്ച് സീക്വൻസ് നിങ്ങളെല്ലാം കണ്ടു കാണുന്നത്. ഞാനത് ഷൂട്ട് ചെയ്ത് ഇത് തിയേറ്ററിൽ കൊടുക്കുന്ന സമയത്ത് എൻ്റെ വിഷയം മുഴുവൻ അതായിരുന്നു, ആ റേഞ്ച് സീക്വൻസ് ഇവർ കട്ട് ചെയ്ത് കളയുന്നു. ഓക്കെ, അന്ന് ഞാൻ ആദ്യത്തെ ഡയറക്ടറാണ്. എനിക്ക് സെൻസർ ബോർഡ് ഓഫീസർ ആരാന്ന് പോലും അറിയില്ല, അവരായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഒന്നുമില്ല. ഞാൻ പുറത്ത് ഒരു സാധാരണ ഡയറക്ടറെ പോലെ, ഇപ്പം സക്കീറൊക്കെ ഇരുന്ന പോലെ നമ്മുടെ സൈഡിലൂടെ ഇരിക്കുന്നുണ്ട്, കലാഭവൻ്റെ മുന്നിൽ. അവിടെ ഇരുന്ന് ഒരു പടം കണ്ടിട്ട് എല്ലാവരും അകത്തോട്ട് പോയി. അന്ന് ഗണേശൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നതിൽ മെമ്പറായിട്ട് അങ്ങനെ 2-3 ലേഡീസ് ഉണ്ട്, 2 പേരും. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇവരെന്നെ വിളിക്കുന്നില്ല. അപ്പം ഈ 1/2 മണിക്കൂറിൽ ഇവർ ഡിസ്കഷനാണ്, വാട്ട് വിൽ വി ഡു, ഈ സിനിമയ്ക്ക് അത് എന്ത് ചെയ്യാം. എൻ്റെ പേടി മുഴുവൻ എന്താണ്, റേപ്പ് സീക്വൻസ് എവിടെയൊക്കെ കട്ട് ചെയ്യും. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പടത്തിൻ്റെ ക്ലൈമാക്സ് പിന്നെ മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി വരുന്ന ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ആ പഞ്ച് കിട്ടുന്നില്ല. ഇതിന് കാണിച്ച അട്രോസിറ്റിക്ക് എൻ്റെ ഹീറോ വന്ന് അവരെ കൊല്ലുമ്പോഴാണ് ആ ഒരു കിക്ക് കിട്ടുന്ന ഓഡിയൻസ്. അപ്പം അവിടെ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവസാനം 1/2 മണിക്കൂർ കഴിഞ്ഞ് അകത്തേക്ക് വിളിച്ചിട്ട് സെൻസർ ഓഫീസർ ഇവരെല്ലാവരും കൂടി ഇരുന്നിട്ട് എൻ്റെ അടുത്ത് ചിരിച്ചിട്ട്, ആരും മിണ്ടുന്നില്ല, എന്നോട് ചോദിച്ചു, ഞങ്ങളിപ്പോൾ ചില കൺഫ്യൂഷനിലാണ്. ഞാൻ പറഞ്ഞത് റേപ്പ് സീക്വൻസ് ആണോ എന്ന് ചോദിച്ചു. അതല്ല, ഇതിപ്പോൾ ഏത് ലാംഗ്വേജിൽ സെൻസർ തരണം, ഇതായിരുന്നു ഒരു പ്രശ്നം. അതിനകത്ത് മലയാളമുണ്ട്, തമിഴുണ്ട്, ഹിന്ദിയുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞു അത് മോഹൻലാലല്ലേ, അപ്പം അതുകൊണ്ട് നിങ്ങൾ മലയാളത്തിൽ തന്നെ ഓക്കെ എന്നുള്ളത്. അപ്പം ഞാൻ അങ്ങോട്ട് ചോദിച്ചു എന്താണ് ആ റേപ്പിനെ കുറിച്ച്. അപ്പോൾ അവിടെ സാറാ തോമസ്, ഐ തിങ്ക് സം ലേഡി വാസ്, രവി ഡോണ്ട് കട്ട് എ സിംഗിൾ ഇഞ്ച് ഫ്രം ദാറ്റ്. ഒരു ലേഡിയാണ് ഈ പറയുന്നത്. അവർ സോഷ്യലി വുമൻ എംപവർമെൻറ്റ് അതെല്ലാം പറഞ്ഞു നടക്കുന്ന ആ ലേഡി എൻ്റെ അടുത്ത് 1 ഇഞ്ച് പോലും എന്നെ കട്ട് ചെയ്തിരുന്നത്. നോ, ആ അട്രോസിറ്റി നിങ്ങൾ കാണിച്ചിരിക്കുന്നത്, നിങ്ങൾ റേപ്പാണ് കാണിച്ചത്. പക്ഷെ അതിനകത്ത് ഞാൻ ബ്ലൗസ് വിരിച്ച് കയറുന്നതൊന്നല്ല കാണിച്ചിരിക്കുന്നത്, ഞാൻ ആ പെൺകുട്ടിയുടെ ഫേസാണ് കാണിച്ചത്. ഒരു പെൺകുട്ടിക്ക് റേപ്പ് ചെയ്യപ്പെടുന്ന സമയത്ത് അവളുടെ ഫേസിലാണ് അവളുടെ അഗണി കാണുന്നത്, അവളുടെ കണ്ണിലാണ്, അവളുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ, ആ കണ്ണീരിലാണ് നമ്മുടെ വികാരം. അല്ലാതെ അതൊരു സെക്ഷൽ വികാരമല്ലാതെ ആ ഒരു അട്രോസിറ്റിയാണ് വരുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. സോ ഡോണ്ട് കട്ട് എനിത്തിങ്. സത്യം പറഞ്ഞാൽ പിന്നീട് ഞാൻ സരിത തിയേറ്ററിൽ ഇവിടെ വന്നിരുന്നിട്ട് ഞാൻ 16 അടി കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം ഫുൾ ഫാമിലി നിറഞ്ഞിരിക്കുമ്പോൾ എനിക്കെന്തോ ഒരു എംബറാസ്മെന്റ് പോലെ. അപ്പം യു കനോട്ട് ഫുള്ളി പുട്ട് ദ ബ്ലെയിം ഓൺ ടു ദ സെൻസർ ഓൾസോ. അത് സെൻസിബിൾ ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഇരിക്കുകയാണെങ്കിൽ അവരത് കറക്റ്റായിട്ട് ചെയ്യും. പക്ഷെ ഇപ്പം നടക്കുന്ന എന്താണ്, ഇൻഫ്ലുവൻസിൽ സെൻസർ മെമ്പേഴ്സ് ആയിട്ട് കയറുന്ന കുറേ ആൾക്കാരുണ്ട്. ദാറ്റ്സ് എ സാഡ് പാർട്ട്. കാരണം ഞാൻ ഈ പാർട്ടിക്കാരൻ ആ പാർട്ടിക്കാരൻ എന്ന് പറഞ്ഞ് കയറുന്നവർക്ക് സിനിമയെക്കുറിച്ച് ഒരു വിവരവും ഇല്ലെങ്കിൽ അത് പ്രശ്നമാണ്. അല്ലെങ്കിൽ ദേ ആർ നോട്ട് ദാറ്റ് ഹാർഡ്. കാണിക്കുന്നത്
കൊലപാതകങ്ങൾ. അപ്പോൾ അത് ആവശ്യമുള്ള ചരിത്രം പറയുന്നത് ആവശ്യമുള്ള സ്ഥലത്ത് അത് വേണ്ടതല്ലേ? അത് സിനിമയിലായാലും ആവശ്യമുള്ള സ്ഥലത്ത് അത് വേണം. പക്ഷെ അവിടെ എന്താണ്, ആര് പറഞ്ഞിട്ടാണ് അത് കട്ട് ചെയ്തതെന്നുള്ള ഇപ്പോഴും ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. ആരെങ്കിലും പറഞ്ഞു? സോ പോസ്റ്റ്മോർട്ടം ഡു ദാറ്റ്. ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഒരാളും പറഞ്ഞില്ല അത് കട്ട് ചെയ്യണം അല്ലെങ്കിൽ അത് ചെയ്യണം എന്നുള്ളത്. സോ ലെറ്റ്സ് നോട്ട് ടോക്ക് അബൌട്ട് ദാറ്റ്. അതുപോലെ തന്നെ കലാകാരൻ എന്നുള്ള നിലയ്ക്ക് നേരത്തെ തന്നെ പറഞ്ഞു, സിനിമയിൽ ഒരു സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരാൾ കാണുന്ന വ്യൂല അല്ല ഒരു രാഷ്ട്രീയക്കാരൻ കാണുന്നത്. ആ ഒരു രീതിയിൽ സംസാരിച്ചു. ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്നൊരു കാര്യമാണ് വേടന്റെ ഇഷ്യൂ എന്ന് പറയുന്നത്. വേടനൊരു അതായത് ഇവിടുത്തെ നമ്മുടെ അധികാരം കൈയാളുന്നവരിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില വരികൾ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അത് ആ അധികാരം ആരാണോ കൈയാളുന്നത് അവരുടെ തന്നെ നേതാക്കന്മാർ വന്ന് വളരെ വേടന്റെ ഭാഷയ്ക്ക് ശുദ്ധിയില്ല എന്ന് പറയുന്ന കാലത്തേക്ക് വന്നു. അപ്പൊ അത് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക്, രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്കല്ല, ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എന്താണ് രവിസാറിന്റെ അഭിപ്രായം? ഇപ്പൊ വേടൻ ഇഷ്യൂല് പലർക്കും കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു BJP-യുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അപ്പം അതുകൊണ്ട് ആ രാഷ്ട്രീയക്കാരൻ എന്നുള്ളതിൽ നമുക്കതൊക്കെ മാറ്റി വയ്ക്കാം. ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഇന്ന് ഒരു 4 വയസ്സായിട്ടുള്ള കുട്ടിയും 45 വയസ്സായിട്ടുള്ള ആളും വരയ്ക്കും. വേടൻ്റെ മുകളിൽ ക്രൈസാണ്. ദാറ്റ് ഈസ് കല. എന്ത് പറഞ്ഞു, ആരെ പറഞ്ഞു എന്നുള്ളതല്ല. അതിൻ്റെ മുകളിൽ നിങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പം ഇതുപോലെ ഏതെങ്കിലും നേതാവിനെ പറ്റി പറഞ്ഞെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കല പോയി. അപ്പൊ ഇന്ന് ഇത്രയും ക്രൗഡിനെ ഈ മനുഷ്യന് പുള്ളി ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ലീവ് ഹിം. അതിനെ കലയായിട്ടങ്ങ് വിട്ടേക്കും. അതിൻ്റെ പേരിൽ പോയി കേസ് കൊടുക്കുന്നത് എൻ്റെ പാർട്ടി അത് എഗ്രി ചെയ്യുന്നില്ല. ഞാൻ പാർട്ടി പ്രസിഡന്റായിട്ട് സംസാരിച്ചു. പ്രസിഡന്റ് പറഞ്ഞു നോ, വി ഡോണ്ട് ഹാവ് ടു ഡു ഓൾ ദിസ് ബിക്കോസ് എന്തോ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ പേരിൽ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം അത് സീരിയസ് ആയിട്ട് തന്നെയാണ് എടുത്തിരുന്നത്. സോ അങ്ങനെ കലയെ കൊല്ലുന്ന രാഷ്ട്രീയം എനിക്കില്ല. ഞാൻ കലാകാരനാണ്. നല്ലതാണെങ്കിൽ നല്ലതെന്ന് തന്നെ പറയുക, ചീത്തയാണെങ്കിൽ ചീത്ത എന്ന് പറയും. ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സാറേ അതെ, ഒരു കാര്യം പറഞ്ഞതിൻ്റെ ഒരു കലാകാരൻ ഒരു കലയെ സമീപിക്കുന്നത് 3 വിധത്തിലാണ് നമ്മളിവിടെ പ്രയോഗത്തിൽ വരുന്നത്. ഒന്ന്, എനിക്കെന്തെങ്കിലും പറയാനുള്ളത് പറയാൻ ഒരു മീഡിയ തിരഞ്ഞെടുക്കുന്നു. മറ്റൊരു തരത്തിൽ ആധികാരികമായിട്ട് പറയുന്നുണ്ട്, മനുഷ്യൻ്റെ മനോഹരമായ ഭ്രാന്തുകളാണ് കലകൾ. ആ സ്വബോധത്തോടുകൂടി ആ കലയെ കൃത്യമായൊരു മീഡിയത്തിൽ, അല്ലെങ്കിൽ ആ ഭ്രാന്തിനെ കൃത്യമായൊരു മീഡിയത്തിൽ സ്വബോധത്തോടുകൂടി അടുക്കി പറക്കാൻ കഴിയുമ്പോഴാണ് അയാൾ കലാകാരനാണ്. ഒന്ന്, കലയെ സമീപിക്കുന്നത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം പറയുക. 2, ആ കലയെ തന്നെ സ്വയം നവീകരിക്കാനായിട്ട് ഉപയോഗിക്കുക. മുഴുവനായിട്ട് ആ കലയിൽ തന്നെ വ്യക്തിത്വം കാണാനായിട്ട് ഉപയോഗിക്കുക. 3ാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ കലയിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും സാമ്പത്തികമായിട്ട്. ഇതെല്ലാ മേഖലകളിലും ഉണ്ട്. പക്ഷെ കലയിൽ ഈ 3 രീതിയിലുണ്ട്. വേടൻ എന്ന് പറയുന്ന കലാകാരൻ അയാളുടെ മനസ്സിൽ അയാൾ ജീവിച്ച അയാളുടെ ജീവിത ചുറ്റുപാടുകളിൽ നിന്ന് ആ മനുഷ്യൻ ആർജിച്ചെടുത്ത അദ്ദേഹത്തിൻ്റെ സമൂഹത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. ചിലപ്പോൾ അദ്ദേഹത്തിനോട് നേരിട്ട് വിളിച്ച് ചോദിച്ചാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് പറയാൻ പറ്റിയെന്ന് വരില്ല, വാക്കുകളുണ്ടാവില്ല. പക്ഷെ അദ്ദേഹം ഒരു മീഡിയത്തിലൂടെ അദ്ദേഹത്തിന് ഏറ്റവും മനോഹരമായിട്ട് സംസാരിക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ഒരു ഇതാണ്. അതിൽ നിന്ന് മറ്റെന്തെങ്കിലും വേടൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. കൃത്യമായില്ലേ സാറേ? ഇതിനൊന്നും ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. സോ വേടന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഹി സ്പോക്ക് ലൈക്ക് ദാറ്റ്. ദാറ്റ് ഈസ് പീപ്പിൾ ഗോട്ട് ദാറ്റ് കിക്ക്. ഇതേ സംഭവം തന്നെയാണ് ഞാൻ പഠിച്ചു കൊടുക്കുന്നത്. വേടൻ കണ്ടതാണ്, അവൻ്റെ ലൈഫാണ് ആ പറയുന്നത്, പാടുന്നത് അവൻ്റെ വേദനകളാണെന്നുള്ളതെല്ലാം പറഞ്ഞില്ലേ? ഇത് തന്നെയാണ് ഒരു കലാകാരൻ. ഞാൻ പട്ടാളത്തിൽ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായിട്ടാണ് കീർച്ചക്രയിൽ കൂടെ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചത്. സോ എനിക്കറിയാവുന്ന ഫീൽഡിനെയാണ് ഞാൻ എക്സ്പ്ലോയിറ്റ് ചെയ്തിരിക്കുന്നത്. അന്നാണ് നിങ്ങളൊരു യഥാർത്ഥ പട്ടാളക്കാരൻ എന്താണ്, ഒരു കോമാളിയല്ല, ഷോർട്ട് സൂട്ട് പട്ടീനി കൊണ്ട് നടക്കാൻ പോകുന്ന ശങ്കരാചാര്യൻ്റെ ക്യാരക്ടേഴ്സിനെ പോലുള്ള ആളുകളല്ല പട്ടാളക്കാരെന്നുള്ളത് കണ്ടതും നിങ്ങൾ കീഴ്ച്ചക്ക. ബിക്കോസ് ഐ ഹാവ് ഗോൺ ത്രൂ ദാറ്റ്. ആ ലൈഫിൽ ഞാനൊരു പട്ടാളക്കാരനായി പട്ടാളത്തിൽ പോയി ചേർന്നതിന് ശേഷം ഞാൻ അനുഭവിച്ചതും, പിന്നെ ഒരു കമാൻഡോ ആയിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ട കാശ്മീരും
ഇന്ന് നിങ്ങൾ കണ്ടിട്ടുള്ള കാശ്മീരും ഇന്നിപ്പം ഇതിനെ ഞാനും എതിർത്തല്ലോ. പേൽഗാമിൻ്റെ ആദ്യത്തെ എതിർത്ത വ്യക്തി ഞാനാണ്. ഫസ്റ്റ് ഡേ മാതൃഭൂമിയിൽ പറഞ്ഞത് ഞാനായിരുന്നു. ഇവിടെ ഇത് വർഗീയത വളർത്താൻ വേണ്ടിയിട്ടുള്ളൊരു മിലിറ്റൻ്റ് അറ്റാക്കായിരുന്നു. അതുകൊണ്ടാണ് ജാതി ഏതെന്ന് ചോദിച്ചിട്ടുള്ളത്. അവിടെ ഞാൻ പാർട്ടി ഒന്നുമില്ല, ഒരു ഇൻഡിവിജ്വൽ ഒരു പട്ടാളക്കാരൻ്റെ മൈൻഡാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് ഓരോ കലാകാരനും ചെയ്യുന്നത്. എനിക്കറിയാവുന്ന ഫീൽഡ് ഞാൻ അനുഭവിച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചു തന്നാൽ അത് സക്സസ് ആവും. അതുകൊണ്ടാണല്ലോ അക്കേഡി ചക്ര സക്സസ് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ കണ്ടിട്ടില്ല അത്. അതാണ് ഇപ്പം ഈ വേടൻ്റെ ഒരു ഹിറ്റ് എന്ന് പറയുന്നത്. എന്താണ് അതിനകത്ത് എവിടെയോ ആ ശബ്ദത്തിലൊരു വേദന വരുന്നുണ്ട്. ഓ, ഈ കുട്ടി ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു തോന്നൽ. അത് പറയുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ഈ പാർട്ടി പേര് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതില്ലാതെ തന്നെ ഹീസ് കൺവേയിങ് ദാറ്റ്. അപ്പോൾ അത് ആ ലെവലിൽ ഇങ്ങനെ പോയാൽ മതി. അല്ലെങ്കിൽ ഇപ്പം ഇതിനകത്ത് നിന്ന് എന്താണ് തെറ്റെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി ആൾക്കാർ നടക്കും. സോ അതിന് വിട്ടുകൊടുക്കാതെ വെൽ ഷുഡ് സിങ് ആൻഡ് എൻ്റർടൈൻ ദ പീപ്പിൾ വിത്തൗട്ട് ഹേർട്ടിങ് എനിബഡി. ഞാൻ എൻ്റെ സിനിമയിൽ ഒരിക്കലും ഒരാളെ ഹേർട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ പലരും എന്നെ മറ്റേ സംഗി മിങ്കി എന്നൊക്കെ വിളിക്കും. കാരണം ഞാൻ വർഗീയനാണ് എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഏതെങ്കിലും ഒരു സിനിമയ്ക്കകത്ത് ഞാൻ വർഗീയത കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഒന്നുകൂടെ ഇരുന്ന് പരിശോധിക്കും. എൻ്റെ സിനിമയിൽ മാത്രമാണ് പാകിസ്ഥാനി പട്ടാളക്കാരെ ശവസംസ്കാരം ചെയ്യുന്ന ഇന്ത്യൻ പട്ടാളക്കാരെ ഞാൻ കാണിച്ചിരിക്കുന്നത്. അവിടെ കൽമ ചൊല്ലിക്കൊണ്ട് സംസ്കരിക്കുന്ന സിദ്ദിഖിൻ്റെ ക്യാരക്ടറിനെ ഇവിടെ ഏതെങ്കിലും സിനിമയിൽ നിങ്ങൾ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ? അത് ഈ വർഗീയവാദി കാണിച്ചിട്ടുണ്ട്. അതില്ല, വർഗീയവാദി എന്ന് പറഞ്ഞാൽ സമാധാനം. അതെ, ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ടിൽ ആദ്യം പറഞ്ഞു ആർമിയിലെ ആർമിയിലെ നിങ്ങളുടെ ഉദ്യോഗസ്ഥരെല്ലാവരും ഡിഫറൻ്റ് ആണ്, ഒരു ഇക്വാലിറ്റി ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മളിവിടെ മേൽവിലാസം എന്ന് പറയുന്ന സിനിമ ഇറങ്ങി. അതിൽ കോർട്ട് മാർഷലിൽ കാണുന്നത് ഉന്നത പദവിയിലുള്ള ഉദ്യോഗസ്ഥര് താഴെയുള്ള ജീവനക്കാരോട് പെരുമാറുന്ന രീതി. എൽദോ എനിക്ക് കാര്യമില്ല. ഞാൻ പടം കണ്ടിട്ടുള്ള രാംദാസിന്റെ പടം. ഓക്കെ, ഇനി അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇത് ബേസിക്കലി ഒരു ഇംഗ്ലീഷ് പടമാണ്. ഓക്കെ, ആ ഇംഗ്ലീഷ് പടത്തിനകത്ത് ഒരു നൈജീരിയൻ ക്യാരക്ടർ പട്ടാളക്കാരനും ഒരു ഇംഗ്ലീഷ് ഓഫീസറും തമ്മിലുള്ള ഡിസ്പാരിറ്റിയാണ് കാണിച്ചത്. അതിനെ ഇവിടെ ഇങ്ങനെ കാണിച്ചത്. സത്യം പറയാൻ പറഞ്ഞു, ഞാൻ 4 വർഷം ഞാൻ പട്ടാളക്കാരനായിട്ട് സർവീസ് ചെയ്തു. ഒരു സിപ്പായി ലാൻസ് നായക്കായിട്ട് സർവീസ് ചെയ്തു. എൻ്റെ ജാതി ഏത്, എൻ്റെ നിറം ഏത് ഇതൊന്നും ചോദിച്ചിട്ട് ഒരു ഓഫീസറും ഇല്ല. എന്നെ ഈ 4 വർഷത്തിൽ പഠിപ്പിച്ച് വലുതാക്കിയത് ആരാണെന്നറിയും. എന്നെ ഇന്ന് നിൽക്കുന്ന ഇതിൽ ഇന്നും നിങ്ങൾക്ക് ടെലിഫോൺ നമ്പർ അടക്കം ഞാൻ തരാം, വിളിച്ച് ചോദിക്കാം. അന്ന് ക്യാപ്റ്റൻ FU അഹമ്മദ്, ഫക്രുദ്ദീൻ അഹമ്മദ് എന്ന് പറയുന്ന ലക്നൗകാരൻ എൻ്റെ ഓഫീസർ, കേണലായിട്ട് റിട്ടയറായി. അപ്പോൾ അവിടെ ഇല്ലാത്ത ഡിസ്പാരിറ്റി ഞാൻ എങ്ങനെ പറയുന്നത്? ഇത് കാണിക്കുന്നത്, അത് കാണിച്ചത് ഞാൻ തെറ്റായിട്ട് തന്നെ കാണിക്കില്ലേ. കാരണം അങ്ങനെ ഒരു ഡിസ്പാരിറ്റി ഒരു പാർത്ഥിവൻ്റെ ക്യാരക്ടറും അതുപോലെ തന്നെ ഇവിടെ ഒരു സുരേഷ് ഗോപി അല്ലേ ഇരുന്നിട്ട്, സുരേഷ്, ഈ രണ്ടിൻ്റെയും ക്യാരക്ടർ പട്ടാളത്തിൽ ഇല്ല. വി ഡോണ്ട് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് ഡിസ്പാരിറ്റീസ്. ജാതി പറഞ്ഞൊന്നും ചെയ്യില്ല. കാരണം അവിടെയുണ്ട്. ഇപ്പം ലൈറ്റ് ഇൻഫൻട്രി എന്ന് പറയുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ വേണ്ടി പറയാം. സിഖ് റെജിമെൻ്റ് എന്ന് പറയും. അതുപോലെ സിഖ് ലൈറ്റ് എന്ന് പറയും. സിഖ് ലൈ എന്ന് പറയുന്നത് ബാക്ക്വേർഡ് ക്ലാസ്സുകളാണ്. സിഖുമാരുടെ ഉള്ളിലുള്ള ക്ലാസ്സുകളിൽ അവരുടെ യൂണിറ്റ് സെപ്പറേറ്റ് ഉണ്ട്. അതിനെ കമാൻഡ് ചെയ്യുന്നത് ഏത് ഓഫീസർക്ക് എവിടുന്ന് വേണമെങ്കിലും, ഞാൻ മലയാളി അടക്കം പോയിട്ട് കമാൻഡ് ചെയ്യും. അപ്പം അവിടെ ഈ കണ്ടിട്ടുള്ളത് തെറ്റാണ്. ഒരിക്കലും അങ്ങനെ നടക്കില്ല. സിനിമയിൽ കാണിച്ചിരിക്കുന്നത് തെറ്റാണ്. ഞാനത് 100% ഞാൻ വന്നിരിക്കുന്ന പട്ടാളത്തിനകത്ത് നെവർ ഡു ദാറ്റ് കൈൻഡ് ഓഫ് കളർ ഡിസ്ക്രിപ്ഷൻ, ജാതി പറച്ചത്. അവിടെ മോനെ ഞങ്ങളുടെ ഒരു കൂരയ്ക്കകത്ത് ഈ 3 ദൈവങ്ങളെ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സിസ്റ്റമുള്ള സ്ഥലമാണത്. ഒരു കൂരയ്ക്കകത്ത് അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ കൃഷ്ണൻ ഇവിടെ ഉണ്ടായിരിക്കും, ഈശോ ഇവിടെ ഉണ്ടായിരിക്കും, ഖുറാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരിക്കും, അപ്പുറത്ത് സർദാർമാരുടെ ഗുരുഗ്രന്ഥ സ്ഥാപനം വെച്ചിട്ടുണ്ടായിരിക്കും. അവിടെ എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സിസ്റ്റമുള്ള പട്ടാളത്തിനകത്ത് ഇതുപോലൊരുത്തിൻ്റെ കളർ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു സിസ്റ്റം വരുമെന്നുള്ളത് തോന്നുന്നുണ്ടോ? അതൊരു ഇംഗ്ലീഷ് പടമാണ്. ആ പടത്തിൽ നിന്നാണ് രാംദാസിന് ഈ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയിരിക്കുന്നത്. അത് ഇന്ത്യയിലേക്ക് ആക്കി. പക്ഷെ അതിനെ ഐ വിൽ നോട്ട് അക്സെപ്റ്റ് ഇറ്റ്. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടാൽ ഞാൻ പറയാം യെസ് അങ്ങനെ ഉണ്ട് പോണേ എന്നുള്ളത്. ഇല്ല, നെവർ. നീ കുറെ അതെ, ഞാനേ ഇവർക്ക് സാറേ ഇവർക്കൊരു ന്യൂസ് കണ്ടന്റ് കൊടുക്കാം. ന്യൂസ് കണ്ടന്റ് ഞാൻ നമ്മുടെ ആരാധ്യനായിട്ടുള്ള മേജർ രവി സാറിനെ അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി അദ്ദേഹത്തെ ഒന്ന് വിമർശിക്കുക. അഭിപ്രായം ഉള്ളതുപോലെ തന്നെ
അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് നമ്മുടെ ജനാധിപത്യ രാജ്യത്ത്. ദേശ്മുഖിൻ്റെ നാടകമാണ് മേൽവിലാസം ആയിട്ട് വന്നിട്ടുള്ളത്. ഇപ്പം സാറ് പറഞ്ഞത് ഇപ്പോഴത്തെ അറിവാണ്. ശരിയാണ്, ലോകത്ത് മുഴുവനും മനുഷ്യരാണ്. മനുഷ്യർ പ്രവർത്തിക്കുന്നിടത്ത് തെറ്റുകളുണ്ടാകും. അത് ചിലപ്പം നമ്മൾ ജീവിച്ച് വളർന്ന ഇടങ്ങളിൽ നിന്ന് അത് രൂപപ്പെട്ടിട്ടുള്ള നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ജാതി പ്രവർത്തിക്കും, മതം പ്രവർത്തിക്കും. അത് ഇന്നതാണെന്ന് നമുക്ക് മറ്റൊരാൾ കറക്റ്റ് ചെയ്യുമ്പോഴായിരിക്കും വരുന്നത്. പട്ടാളത്തിൽ അതില്ല എന്ന് സാർ പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല, സാറ് നിന്ന സ്ഥലത്ത് അത് ഉണ്ടായി എന്ന് വരുന്നില്ല. പക്ഷേ അത്തരത്തിൽ കാരണം വെച്ച് ഒരു കൃത്യമായിട്ടുള്ളൊരു നിയമ ഇതിനകത്തൂടെ പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വരില്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അതുണ്ടായേക്കാം. ആ ഒരു സാധ്യതയെ തുറന്നു കാണിക്കുന്ന ഒരു സിനിമ തന്നെയാണ് മേൽവിലാസം. അങ്ങനെ ഒരു സാധ്യത ഉണ്ടായേക്കാം. നമ്മുടെ ഈ മനുഷ്യരുള്ളിടത്ത് മാത്രമാണ് ഇതെല്ലാം പ്രശ്നമുള്ളത്, ഇല്ലേ? മനുഷ്യർക്കല്ലേ ഇതെല്ലാം അവർ ഇപ്പം ചിലപ്പം നമ്മൾ തന്നെ വിദ്യാഭ്യാസമായിട്ട് ഇത്തിരി ഒന്ന് താഴ്ന്ന ഇല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസമില്ല എന്ന് പറയുന്നൊരു മനുഷ്യനോട് വിദ്യാഭ്യാസമുള്ളൊരു ആൾ ഇടപെടുന്നതിനകത്ത് ചില വ്യത്യാസങ്ങളുണ്ടാകും. ദൂരെ മാറി നിൽക്കുന്ന ഒരാൾക്കായിരിക്കും ആ ഇടപെടൽ ചിലപ്പം ഏറ്റവും നന്നായിട്ട് മനസ്സിലാവില്ല. ഇപ്പം സാറ് നിന്ന സ്ഥലത്ത് അതൊന്നും ഉണ്ടായിന്ന് വരില്ല, സമ്മതിക്കില്ല. അതെ, പക്ഷേ ഉണ്ട് എന്നത് പോലീസിലുണ്ട്, സാധാരണ കച്ചവട സ്ഥാപനങ്ങളുണ്ട്, മനുഷ്യർക്കിടയിലുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതൊക്കെ ഏറ്റവും ശരിക്കും പറഞ്ഞാൽ അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. സാമ്പത്തികമായിട്ടുള്ള അസമത്വം അനുഭവിച്ചിട്ടുള്ള മനുഷ്യരുണ്ട്. നിറത്തിൻ്റെ പേരിൽ എന്തിനാ കഷണ്ടി വന്നതിൻ്റെ പേരിൽ അസമത്വം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. പറഞ്ഞത് അപ്പം നമുക്ക് പട്ടാളത്തിൽ അതില്ല എന്നല്ല, അതുണ്ടാവും. മനുഷ്യരാണ് ഇല്ലേ? എല്ലാം തുടക്കം എവിടുന്നായിരിക്കും അറിയാം. ഒരു ഇൻഡിവിജ്വൽ, ഇത് പട്ടാളം എന്നുള്ളതല്ല, പോലീസ് എന്നുള്ളതല്ല, ഒരു ഇൻഡിവിജ്വൽ എങ്ങനെ വളർന്നു വരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ സമൂഹം ഇനിയും ഉണരേണ്ടത്. മക്കളെ വളർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് കുട്ടിക്കാലം തൊട്ട് പഠിപ്പിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് അച്ഛനമ്മമാർ മറക്കുകയാണ്. ഈ വർണ്ണവിവേചനം, ജാതി വിവേചനം, അല്ലെങ്കിൽ അയലോക്കക്കാരൻ അതാണ്, അവൻ മറ്റതാണ്, ഇവൻ ഇതാണ് എന്ന് വീട്ടിൽ കുട്ടികളുടെ മുന്നിൽ വെച്ച് സംസാരിക്കരുത്. ഇത് മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ കുട്ടിയുടെ മനസ്സിലാത്തത് കേട്ടോ, ഓ അത് ശരിയല്ല അല്ലേ, അവൻ തൊപ്പിയിട്ട് മദ്രസയിൽ പോകുന്നല്ലേ, അത് വീട്ടിൽ സംസാരിച്ചിട്ടാണ്. നേരെ അത് വീട്ടിൽ സംസാരിക്കുന്നില്ലെങ്കിൽ അവൻ തൊപ്പിയിട്ടാലും ഓക്കെ, ഇവൻ ചന്ദനക്കുരി തൊട്ടാലും ഓക്കെ, അല്ലെങ്കിൽ കുരിശ് കഴുത്ത് കെടുത്തിയാലും ഒരു പ്രശ്നമില്ല. അത് വളർത്തുന്നിടത്താണ്. കാരണം എൻ്റെ അമ്മ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ എല്ലായിടത്തും അമ്മയെക്കുറിച്ച് പറയുന്നത് ഇതുകൊണ്ടാണ്. പിന്നീടാണ് പറയുന്നത് അമ്മ ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു, നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള അമ്മ. അതുകൊണ്ട് സിനിമയിൽ കണ്ടത് പട്ടാളത്തിൽ നടക്കുന്നത്, ഇപ്പം എന്നെപ്പോലെ ഒരു ഓഫീസറാണെങ്കിൽ ഐ വിൽ നോട്ട് അക്സെപ്റ്റ് ഇറ്റ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അവന് ഇടി ഉറപ്പായിരിക്കും. അല്ല, ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാം. ബിക്കോസ് ഇതൊക്കെ എന്തൊരു സ്വഭാവമാണ് മനുഷ്യൻ്റെ. ഒരു മനുഷ്യനെ കളർ വെച്ചിട്ട്, അല്ലെങ്കിൽ അതല്ലേ പറഞ്ഞത്, ഞാൻ വലിയൊരു തറവാട്ടിലൊക്കെ ആയിരുന്നു, പക്ഷെ ഞാൻ കളിച്ചാൽ വളർന്ന് എൻ്റെ വീട്ടിൽ കന്നിനെ നോക്കുന്ന കുട്ടികളുടെ കൂടെയായിരുന്നു. അത് ഏത് ജാതി മതം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അപ്പം അവരുടെ ഒന്നും വേർപ്പനില്ലാത്ത ഒരു തൊട്ടുകൂടായ്മ എനിക്ക് മറ്റുള്ളവർ കണ്ടിട്ടില്ല. പിന്നെ പട്ടാളത്തിലൊന്നും നടക്കുള്ളൂ. കാരണം താൻ കൂടെ നടക്കുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഈ വർണ്ണവിവേചനം ഇതെല്ലാം മനസ്സിൽ വെച്ച് നടക്കുന്നതാണെങ്കിൽ ഇവൻ എപ്പോൾ വെടിവെച്ചു എന്നത് അറിയില്ല. അങ്ങോട്ടായിരിക്കില്ല, ഇങ്ങോട്ടായിരിക്കും. അതുകൊണ്ട് ഈ വികാരങ്ങൾക്ക് പട്ടാളത്തിൽ ഒരു സ്പേസും ഇല്ല. പട്ടാളത്തിൽ ജോയിൻ ചെയ്യണത് നമ്മുടെ ഇന്ത്യയിൽ പലരും ഗവൺമെന്റ് സാധ്യതകൾ, ഐ മീൻ ആ ജോലി, അവരുടെ സേവനങ്ങൾ കിട്ടാൻ വേണ്ടി പട്ടാളത്തിൽ ജോയിൻ ചെയ്യുന്നവരുണ്ട്. ഒരു നിശ്ചിത ശതമാനം ആളുകൾ, എല്ലാവരും അല്ല. അപ്പൊ അത്രയും ആളുകൾ രാജ്യസ്നേഹത്തോട് മാത്രമല്ല ഒരു പട്ടാളത്തിൽ പോകുന്നത്. മോനെ, ഞാൻ ഒരിക്കലും രാജ്യസ്നേഹിയായിട്ടില്ല ഞാൻ പട്ടാളത്തിൽ പോയി. തുറന്നു 17.5 വയസ്സിൽ നാട് വിട്ട് ഓടിപ്പോയിട്ട് പട്ടാളത്തിന്റെ യൂണിഫോം ഇട്ട വ്യക്തിയാണ്. അന്ന് എനിക്ക് എന്ത് രാജ്യസ്നേഹം. അന്ന് നിങ്ങളെപ്പോലുള്ള മീഡിയ ഇല്ല, ടി വി ഇല്ല, ഒരു റേഡിയോ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് നിന്ന് എന്ത് സ്പിരിറ്റാണ് എനിക്ക് കിട്ടുന്നത്? ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പട്ടാള സിനിമകളും ഉണ്ടായിട്ടില്ല. പക്ഷെ എൻ്റെ വീട്ടിനകത്ത് അച്ഛൻ്റെ ബ്രദേഴ്സ് മുഴുവൻ പട്ടാളക്കാർ, അച്ഛൻ്റെ പെങ്ങളുടെ ഭർത്താക്കന്മാർ 2 പേരും പട്ടാളക്കാർ. അപ്പം കാണുന്ന മുഴുവൻ പട്ടാളം. പിന്നെന്താണ്, അവരുടെ എഡ്യൂക്കേഷൻ നോക്കിയാൽ 8ാം ക്ലാസ്സേ ഉള്ളൂ.
അപ്പം എൻ്റെ ഐഡിയ എന്തായിരുന്നു, പഠിക്കാത്തൊരു സ്ഥലം പട്ടാളമാണ്. അങ്ങനെ ഞാൻ 9ലും തോറ്റു, 10ലും തോറ്റു. അത് കഴിഞ്ഞ് ഞാൻ പട്ടാളത്തിൽ പോയതാണ്. അവിടെ ചെന്ന് ഞാൻ അറിയാതെ രാജസിംഹിയായിട്ടുള്ളത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, അത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഒരു കൂട്ടായ്മ വരികയാണ്. നേരത്തെ ചോദിച്ചാൽ ഈ കൂട്ടായ്മ ഒരു സ്ക്വാഡ് നിന്ന് എൻ്റെ തന്നെ ഒരു ലിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയിട്ടൊരു പ്രശ്നം ഉണ്ടായി. ഒരാളെ അടിച്ചു, അതിൻ്റെ പേരിൽ എൻ്റെ എൻക്വയറി ഒക്കെ നടന്നു. എന്നിട്ട് ഞാൻ രക്ഷപ്പെട്ടപ്പോൾ എന്ത് പറ്റി, ട്രെയിനിങ്ങിന് പോകുമ്പോൾ ഈ സ്ക്വാഡ് രവീന്ദ്രനുള്ള സ്ക്വാഡ് ഏതാണെന്നുള്ളത് 872 എല്ലാ ഇൻസ്ട്രക്ടേഴ്സിനും ആ സ്ക്വാഡ് വേണം. എന്തിനാണെന്നറിയോ, ഈ എല്ലാവരും കൂടെ ഉണ്ട്. എന്നെ ഒറ്റയ്ക്ക് പണിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ 20 ആൾക്കാരും പണിഷ്മെന്റ് വാങ്ങിക്കുന്ന എന്തുകൊണ്ട്, ഞാൻ ചെയ്ത തെറ്റിന് നാളെ മറ്റവൻ ചെയ്യുന്ന തെറ്റിന് ഞാനും ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഈ കൂട്ടായ്മ വരുന്നത്. പിന്നെ ആരും നമ്മൾ കുറ്റം പറയില്ല. അങ്ങനെ ഒരു ട്രെയിനിങ്. അപ്പം ഞാൻ ആലോചിക്കും, ഇതെന്തിനീ ഒരാൾ ചെയ്ത കുറ്റത്തിന്, ഇതൊക്കെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്. പക്ഷെ നമ്മൾ എപ്പോഴാണ് ഇത് മാറിയെന്നുള്ളത് കത്തെഴുതുമ്പോഴാണ് നമ്മൾ വിചാരിച്ചത്. ആദ്യത്തെ പ്രാവശ്യം ഓണത്തിന് അമ്മ വിളിക്കുന്ന സമയത്ത്, അമ്മ ഈ പണ്ടാറക്കടന്മാർ വിടുന്നില്ല, അതാണ് ഇവിടെ എല്ലാം നമ്മൾ തെറിയൊക്കെ വിളിക്കും. പിന്നീട് നമ്മൾ അറിയാതെ കത്തെഴുതാണ്, അമ്മ ഇവിടെ എല്ലാവരും മലയാളീസാണ്, എല്ലാവർക്കും ലീവ് കൊടുത്തിട്ട് പോകാൻ പറ്റില്ല, ഇപ്രാവശ്യം എനിക്ക് ലീവില്ല അമ്മ, അപ്പോൾ ഈ ഓണത്തിന് ഞാൻ വരുന്നില്ല. കത്ത് പോസ്റ്റ് ചെയ്തതിന് ശേഷം നീ ആലോചിച്ച് നോക്ക്, യു ബിഗെയിം പെട്രിയോട്ടിക് ബിക്കോസ് യു സ്റ്റാർട്ട് തിങ്കിങ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്കും വേണ്ടി കൂടെ ചിന്തിക്കാൻ തുടങ്ങുന്ന സമയത്താണ് നീ ഒരു ദേശസ്നേഹി ആവുന്നത്. അതുകൊണ്ട് ഇന്ന് കുട്ടികൾക്കുണ്ട്, ഇന്ന് കുട്ടികൾ കാണുന്ന സിനിമകൾ, അവർ ഓരോ സിനിമയിലുള്ള ആ സ്പിരിറ്റ് വെച്ചിട്ട് സർ ഐ വോണ്ട് ടു ജോയിൻ എന്നുള്ളത് വരുന്നുണ്ട്. പക്ഷെ അന്ന് ഉണ്ടായിരുന്നില്ല. ഇന്ന് പലരും അവിടെ വരുന്ന ആ പെട്രിയോട്ടിസത്തിൽ തന്നെയാണ് ഇന്നത്തെ കുട്ടികൾ വരുന്നത്. ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് കുട്ടികൾ എൻ്റെ അക്കാഡമിയിൽ, അവരെല്ലാം ആ സ്പിരിറ്റാണ്. അതുകൊണ്ട് ഇത് പറയുന്നത് പെട്രിയോട്ടിക് ആയതുകൊണ്ടാണ് പട്ടാളത്തിൽ ചേർന്നത്. അവിടെ ചെന്നാൽ ഓട്ടോമാറ്റിക്കലി ആയിക്കോളുമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ ചോദിച്ചില്ല, മേൽവിലാസം, ഈ ഇതൊന്നും ഇല്ലാതെ നമ്മളൊരു ന്യൂട്രലായിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടാണെന്നുള്ള ആ ഒരു സ്റ്റേജ് നമ്മൾ കാണുന്ന സമയത്ത് വി ബിക്കം ഡിഫറെൻറ്റ്. ഒരിക്കലും ഞങ്ങൾ ഡിസ്പാരിറ്റി കാണിക്കാറില്ല. എനിക്ക് ഈ സിനിമയെ കുറിച്ച് നീ വല്ലതും ചോദിച്ചാൽ ഒന്നും പറഞ്ഞിട്ട് ഇവിടെ തിരക്കില്ല, അതിൽ നിൽക്കെല്ലാവരും സമയമില്ല. നോർമലി ഒരു ചിത്രത്തില് ഇപ്പം മേജർ സാർക്ക് വന്നു പ്രൊമോട്ട് ചെയ്യാൻ നിശാന്ത്, അപ്പോൾ അദ്ദേഹത്തിന്റെ പോസ്റ്ററൊക്കെ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം വരാതിരുന്നത്? അദ്ദേഹത്തിന് മറ്റ് സിനിമയുടെ തിരക്ക് കാണും, അതായിരിക്കും. അല്ല, കാരണം ഇപ്പൊ കുറച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു ചിത്രം പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിനുള്ളവർ ഒരുമിച്ചെന്ന് ഇറങ്ങി തിരിച്ചാലല്ലേ അതിന് മുന്നോട്ട് പുഷ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ അബുക്ക് എറണാകുളത്തുള്ള ആളാണ്, നമ്മൾ അബു സലീം വരാൻ പറ്റില്ല. കാര്യം എന്നോട് എനിക്ക് ലൈവ് വീഡിയോയിൽ കോൾ ചെയ്താണ് കാണിച്ചു തന്നു. ഇത്രയും താടി വെച്ച് മറ്റൊരു കെട്ടിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ ഇവിടെ വന്ന് ഇരിക്കാൻ പറ്റില്ല. ഇപ്പോൾ നിശാന്ത് സാഗർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപാട് പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബിസിയാണ്, ആള് ബിസിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ തെളിവ് സഹിതം പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ക്രൈം ഹിസ്റ്ററി ആണെന്ന് കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ ഇഷ്ടംപോലെ ഇപ്പൊ OTT-യുടെ ആക്റ്റീവ് ആകുന്ന എല്ലാ ലാംഗ്വേജസിലും നമ്മൾ സിനിമകൾ കാണുന്നതാണ്. വയലൻസ് ഉള്ളായാലും ത്രില്ലർ ആണ്, മിസ്റ്ററി ആണെങ്കിലും കാണുന്നതാണ്. അപ്പം ഒരു സിനിമയെ എന്താ നമ്മൾ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ആ സീറ്റ് എടുത്തിട്ട് അടുത്ത് എന്താണെന്ന് ഉണ്ടാക്കുന്ന ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കും നമുക്ക് ആ സീറ്റ് പിന്നെ ആ ചിത്രത്തിൽ കാണാനായിട്ടുണ്ടാകുന്ന ഒരു മൊമെന്റ്. അപ്പോൾ തെളിവ് സഹിതം എങ്ങനെയാണ്, എത്രത്തോളം വ്യത്യസ്തമാണത്? എത്രത്തോളം വ്യത്യസ്തമാണെന്ന് പറഞ്ഞാൽ അത് ഓരോ സിനിമ ഓരോ ജോർന്ന് വരുന്ന ഇതല്ലേ. മറ്റുള്ള സിനിമകളുമായിട്ട് യാതൊരു ബന്ധമില്ല. അതുമല്ല, ഇതിനകത്തുള്ള ക്രൈം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഞാൻ 49 വയസ്സായി, എനിക്കിപ്പോൾ ഒരു 10-30 വർഷമായിട്ട് ഞാൻ സിനിമ കാണുന്നതാണ്. ഞാൻ ഇതുവരെ ഇങ്ങനെ ഈ ഒരു തരത്തിലുള്ള ക്രൈം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഷഫീഖിൻ്റെ സുഹൃത്ത് ഈ ഒരു കഥ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഞാനത് ചെയ്യുന്നത്. അയാളുടെയും എൻ്റെയും അയാളുടെ കഥയും ആദ്യമായിട്ടാണ്, എൻ്റെ ഡയറക്ഷനും ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ആ ഒരു കഥ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടും ഇങ്ങനൊരു സംഭവം മലയാള സിനിമ ഇല്ലാത്തതുകൊണ്ടും തന്നെയാണ് ഞാൻ ഇങ്ങനൊരു പരിപാടി ചെയ്യുന്നത്. വിളിച്ചായിരുന്നു ഞാൻ ഇൻവിറ്റേഷൻ അയച്ചായിരുന്നു. പക്ഷെ മുന്നേ എന്നോട് പറഞ്ഞിരുന്നു ഈ ഡേറ്റ് നമുക്ക് എല്ലാവരും ഒരുമിച്ച് കിട്ടിക്കൊള്ളുന്നില്ലല്ലോ, ഈ ഒരു ഡേറ്റിലേക്ക് വരാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്.
ഈ സിനിമ ചർച്ച ചെയ്യുന്ന അതായത് ലഹരിയുടെ ഉപയോഗം, അതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ, അത് ഉണ്ടാകുന്ന ചെയ്ത ക്രൈമുകളോ ഏകദേശം ഒരു ഇത് കിട്ടിയായിരുന്നു. ലഹരി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും അത് റിലേറ്റ് ചെയ്ത് നടക്കുന്ന ക്രൈമുകളുമാണ് എന്നൊരു ജസ്റ്റ് ഒരു ഗ്രാഫ് പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ ഇൻഡസ്ട്രിയിലാണെങ്കിലും ഇപ്പൊ ലഹരിയുടെ ഉപയോഗം കൂടി വന്നിരിക്കും. അപ്പം ഈ മുമ്പ് ഒന്ന് ആക്സസ് ചെയ്യാൻ പാടുള്ളത് ഇന്നിപ്പം മിറ്റത്തിറങ്ങിയാൽ പോലും ഈസി ആയിട്ട് കിട്ടുന്ന പോലത്തെ ഒരു ആക്സസ് ആയി. ഇപ്പം ഇതിന് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് നേരെ ടെറർ ഗ്രൂപ്പുകളിലേക്കാണ് പോകുന്നത്. കമാൻഡോട് നമ്മൾ കേട്ടായിരുന്നു, സ്പീച്ച് കേട്ടായിരുന്നു. അപ്പം ശരിക്കും ലഹരി എന്ന് പറയുന്നത് ഇപ്പൊ എല്ലായിടത്തും ഇപ്പൊ സിനിമയാണെങ്കിൽ ഒന്നുകൂടെ ഈസിയാണ്, അല്ലെങ്കിൽ സിനിമാക്കാരാണെങ്കിൽ ലഹരിക്ക് ഇതാണ് അവർക്കൊന്നുകൂടെ ആക്സസ് കൂടുതലാണ്, അങ്ങനെ ഒരു ധാരണയുണ്ട്. അപ്പം അത് എത്രത്തോളം അതായത് മുന്നോട്ട് വരാൻ, സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കൊന്നും അയ്യോ സിനിമയാണെങ്കിൽ കാണുന്നൊരു ഇത് ഫീലിംഗ് കിട്ടുന്നുണ്ട്. സിനിമയിലേക്ക് ഡ്രഗ് അടിക്കാൻ വേണ്ടിയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ വരുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവരടുത്ത് എന്നെപ്പോലുള്ള ആൾക്കാരെ മുമ്പ് ഒന്നും പെടരുതെന്നുള്ള. കാരണം ഞാനൊരു പട്ടാളക്കാരനാണ്, ഞാൻ മദ്യപിക്കില്ല. പലരും പറയാറുണ്ട്, ഓ അയാൾ പട്ടാളക്കാരൻ, അയാൾ മദ്യപിക്കില്ല. ഞാൻ ഇന്നേവരെ മദ്യം തൊട്ടിട്ടില്ല. എൻ്റെ വീട്ടിലെല്ലാം ഉണ്ട്. കാരണം ആരും വന്നു കഴിഞ്ഞാൽ അല്ല എൻ്റെ അടുത്ത് ഇല്ല എന്നും പറയില്ല. ഞാൻ മദ്യപിക്കില്ല, സിഗരറ്റ് വലിച്ചിരുന്നു 5 വർഷം മുന്നേ, അത് നിർത്തി. അപ്പോൾ ഒരു വിധത്തിലുള്ള ലഹരിയും ഇല്ലാതെ കാർഗിലടക്കം സർവീസ് ചെയ്തിട്ടുണ്ട്. അന്ന് അവിടെ റെക്കോർഡ് ചെയ്തിട്ടുള്ള -65 എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ ഞാനവിടെ സർവീസ് ചെയ്തിട്ടുണ്ട് ദ്രാസിൽ. അപ്പം ഈ പറയുന്നതല്ല, ഈ കേൾക്കുന്ന ഓഡിയൻസിൻ്റെ അടുത്തും പറയാണ്, കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കുക, മദ്യപിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം ചൂടാവുന്നതൊന്നുമില്ല, നിങ്ങളുടെ ബുദ്ധി പോവുകയാണ്. അപ്പോൾ ഒരു ബോധം ഉണ്ടാകുന്നില്ല, അപ്പോഴാണ് ചൂടൊന്നും ഫീൽ ചെയ്യാത്തത്. അപ്പം ഇത് അടിച്ചതുകൊണ്ട് മാത്രം എനിക്ക് മൂന്നാർ പോകുമ്പോഴത്തേക്ക് 4 കുപ്പി വാങ്ങിച്ചു എന്ന് ചെറുപ്പക്കാരോട് പറയാം, മക്കളെ ഇതൊന്നുമല്ല, നിങ്ങളുടെ മനസ്സിൻ്റെ ബലമാണ്. ഇതുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയും നിങ്ങൾക്ക് നേരിടാൻ സാധിക്കും. അപ്പം സിനിമയിലുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ സെറ്റിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. രണ്ടാമത് ഞാൻ അഭിനയിച്ച സെറ്റുകൾ ഒരിക്കലും ഞാൻ കണ്ടിട്ടുമില്ല. കാരണം നമുക്കത് സ്മെല്ലടിക്കുമല്ലോ. അതുപോലും എൻ്റെ കാരവനകത്തൊന്നും ഒരാൾ വന്നിരുന്നിട്ട് ആ ഒരു സ്മെല്ലടിക്ക് കിട്ടിയിട്ടുമില്ല. പിന്നെ ഇത് നിങ്ങൾ പേപ്പറിൽ കാണുന്നു, ഓരോരോ ഇൻഡിവിജ്വലിനെ കുറിച്ച് പറയുന്നു. അതിൽ പല ആൾക്കാരെയും ഇപ്പോൾ ഷൈൻ ടോം ചാക്കോൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഷൈനെ കുറിച്ച് ഞാൻ അറിയുന്ന ഷൈൻ നല്ലൊരു പയ്യനാണ്. പിന്നെ അടിച്ചാൽ എങ്ങനെയാവുന്നു അല്ലെങ്കിൽ നക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാവുന്നു എന്നുള്ളത് എനിക്കറിയില്ല. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. അപ്പം അതുകൊണ്ട് അവരുടേതായിട്ടുള്ള നീക്കിക്കൊണ്ട് എന്നെ ഈ ഡ്രഗ്സുമായിട്ട്, ബിക്കോസ് ഐ എം നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ് ഇൻ ടോക്കിംഗ് അബൌട്ട്. കാരണം എത്രത്തോളം നമ്മൾ സംസാരിക്കുന്നു അത്രത്തോളം ഇതിനെ പ്രൊമോട്ടും ചെയ്യാം. സോ ഇതിനെ കൃത്യമായിട്ട് പിടിക്കേണ്ടടുത്ത് പിടിച്ച്, ഇപ്പോൾ പോലീസ് കറക്റ്റാണ്, ആക്റ്റീവാണ്. എക്സൈസുകാർ കൂടെ, എക്സൈസുകാർ വെറുതെ ഇരിക്കുന്നുണ്ട്, അവരോടും കൂടിയാണ് പറയുന്നത്, ഇറ്റ് ഇസ് യുവർ ഡ്യൂട്ടി ടു കാസ്റ്റ് ദിസ്. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സിനിമയ്ക്കൊന്നും പറ്റില്ലല്ലോ. അത് എവിടെയാണെങ്കിലും കിട്ടാതിരുന്നാൽ മതിയല്ലോ. അപ്പം അത് ചെയ്യും. അപ്പോൾ യു ഷുഡ് പ്രൊമോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് ചോദ്യം. എഴുതി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു ധാരണ വെച്ച് എഴുതിയതല്ല. അതിങ്ങനെ കാസ്റ്റിംഗിലേക്ക് വന്നപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ആളുകളിലേക്ക് എത്തിയെന്ന് മാത്രം. ഇല്ല, ഞാൻ അങ്ങനെ എഴുതുന്നവർ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, പക്ഷെ ഞാൻ എഴുതുന്നത് അങ്ങനെയല്ല. ഞാൻ എഴുതുന്നതും ഇനി എഴുതുന്നതും അങ്ങനെ ആയിരിക്കില്ല. നമ്മളൊരു കഥക്കൊരു മൂല്യം കൊടുത്തിട്ട് എഴുതുമെന്നുള്ളൊരു ഇതിന് അതിനുശേഷം നമുക്ക് ബെറ്റർ ആയിട്ടുള്ള കാസ്റ്റിംഗിലേക്ക് പോകാമെന്നുള്ളതാണ് എൻ്റെ ഒരു. ഈ സിനിമയുടെ തന്നെ ഒരു കഥയുടെ ചെറിയൊരു ത്രെഡ് ബഹുമാനപ്പെട്ട ഡയറക്ടറോട് പറഞ്ഞ സമയത്ത് പുള്ളിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, ഇതൊരു പുതിയൊരു പരിപാടിയാണ്, ഇതുവരെ വരാത്തൊരു പരിപാടിയാണ്, ഇത് നമുക്ക് പിടിക്കാം. അങ്ങനെ പുള്ളി അത് പ്രൊഡ്യൂസർമാരടുത്ത് പറഞ്ഞപ്പോഴും അവർക്കത് ഒറ്റ വാക്കിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കൂടുതലായിട്ട് പ്രൊഡ്യൂസർമാരുടെ അടുത്തൊക്കെ പോകേണ്ടി വന്നിട്ടില്ല. കഥയുടെ ത്രെഡ് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. ഞാൻ അറിയുന്ന ഒരു ഉണ്ണിയുണ്ട്. ഞങ്ങൾ വല്ല ആദ്യം ഇന്ന് മലയാള സിനിമയിൽ ഉണ്ണിമൂന്തൻ ഉണ്ടെങ്കിൽ 10-21 വർഷം മുന്നേ 21,000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ട് സിനിമയ്ക്ക് സൈൻ ചെയ്ത വ്യക്തിയാണ് ഈ മേജർ രവി. അന്ന് നിങ്ങൾ ഈ ഉണ്ണിമൂന്തനെ അറിയുപോലുമില്ല. മാടക്കൊല്ലി എന്നുള്ളൊരു സിനിമ ചെയ്യേണ്ടതായിരുന്നു. അതിനുശേഷം പിന്നെ നടന്നില്ല, അത് പോയി.
അതിനുശേഷം പലയിടത്തും ഉണ്ണി മൂന്ന് മേജർ വ്യൂ എടുത്തിട്ട് ഇടിച്ചു കുക്ക് ചെയ്യുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങളെല്ലാം പബ്ലിഷ് ചെയ്ത് എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഒന്ന് ചോദിക്കുന്നത്, നമ്മൾ എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് എടുത്തിട്ട് ചാടരുത്. എന്നാലും ഉണ്ണിയുടെ പ്രശ്നം എന്താണ്? ഉണ്ണി ഇടിച്ചു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇടിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ അതിന് എന്താ കാരണം എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അപ്പം അത് വിട്. കാരണം ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം എൻ്റെ വീടിനടുത്താണ് ആ ഒരു സ്ത്രീ 4 വയസ്സുള്ള പെഞ്ച് കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് നദിയിലെടുക്കും. നമ്മൾ ആദ്യം എന്താ പറയുക? ആ ഒരു തള്ളയായിട്ട് ചെയ്ത ഇങ്ങനെയുള്ള ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യും. പിന്നീട് നിങ്ങൾ ചോദിക്കുമ്പോഴും അന്വേഷിക്കുമ്പോഴല്ലേ അറിഞ്ഞത് എന്താണെന്നുള്ളത്. ഒരമ്മയുടെ ആ ഒരു കുട്ടീനെ ഇതുപോലെ ഒരുത്തൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് പിന്നെ ഈ അമ്മ ആലോചിക്കാൻ എന്തിനാണ് ഈ കുട്ടി ജീവിച്ചിരിക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ എല്ലാവരും കൂടെ അമ്മേനെയും കുറ്റം പറയും. അതിന്റെ കാരണം എന്താണ്? അത് ഭർത്താവിന്റെ അനിയനാണ്, ഞങ്ങളെല്ലാം പിന്നീടാണ് വരുന്നത്. അതുപോലെ ഉണ്ണിമുന്നിന്റെ വെയിറ്റ് ചെയ്യും. ഉണ്ണിമുന്നൻ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഉണ്ണിമുന്നൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതായത് കണ്ണാടി പൊട്ടിച്ചു, അടിച്ച് ദേഹോദരം ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് ഉണ്ണിമുന്നൻ. കറക്റ്റ്. ഭയങ്കര ടെക്നിക്കാണ് കണ്ണാടി മാത്രം പൊട്ടിക്കുന്നത്. അത് സംഭവം എടുത്ത് അത് പഠിക്കണം. അതായത് പറയുന്ന മുഴുവൻ കംപ്ലീറ്റ് ചെയ്യത്തില്ല. പറയുന്ന മുഴുവൻ, അതായത് അദ്ദേഹം വിപിനെ വിളിച്ചു വന്നപ്പോൾ വിപിൻ കണ്ണാടി ധരിച്ചുകൊണ്ടാണ് വന്നിരുന്നത്. കണ്ണാടി ഊരാൻ പറഞ്ഞു. അതായത് അദ്ദേഹം ചെയ്ത തെറ്റുകൊണ്ട് അദ്ദേഹം മുഖത്ത് നോക്കി സംസാരിച്ചില്ല. പെട്ടെന്ന് തന്നെ പ്രഭാതത്തിൽ അതായത് കണ്ണാടി ഊരി അത് പൊട്ടിച്ചു. അത് വാസ്തവമാണ്. പക്ഷേ അദ്ദേഹത്തെ ദേഹോദരവ് ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം 6 വർഷമായി അദ്ദേഹത്തിന്റെ സുഹൃത്താണ്. പക്ഷെ പല സിറ്റികളിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഒരു നടി അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടോ അത് രമ്യതയിലാക്കിയത് ഉണ്ണിമൂന്നനാണെന്നും പറയുന്നു. പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. പക്ഷെ ഇത് ആർക്കും വിശ്വസിക്കാറില്ല. ഇന്നലെ എന്താണ് ക്യാമറ മുന്നിൽ പിന്നെ ഇത് കുറെ സ്റ്റേറ്റ്മെന്റ് ഇതേപോലെ എന്താണ് ദേഹോദരം എന്ന് പറഞ്ഞിട്ട് പറയുന്നു. ഇന്ന് ഉണ്ണിമുന്ന വന്നിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല, കണ്ണാടി മാത്രമേ പൊട്ടിച്ചുള്ളൂ എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് വിശ്വാസം എങ്ങനെയാണ് വരുന്നത്? ജെന്യൂനിറ്റി വേണ്ട. ഒരു ഉണ്ണിമുന്ന എന്നാണ് ഒരു പബ്ലിക് ഫിഗറാണ്. ഞാൻ ഇന്ന് കാലത്ത് ഞാൻ ഉണ്ണിയെ വിളിച്ചിരുന്നു. അവൻ ഫോൺ എടുത്തിട്ടില്ല. അവനറിയാൻ ഞാൻ വിളിച്ചെന്നാണ് സംസാരിക്കാറുള്ളത്. അപ്പോൾ അവൻ വിളിച്ചിട്ടില്ല. ഉണ്ണിമുന്ന കണ്ണാടി മാത്രമേ പൊട്ടിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും അത്. നീ എന്തിനും ടെൻഷൻ അടിക്കുന്നത്? അപ്പൊ ഒരു കാര്യം ഞാൻ ഉണ്ണി കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മമ്മൂക്ക തന്നൊരു കണ്ണാടിയുണ്ട് മെഷർമെന്റ് കഴിച്ചപ്പം. ഞാനത് ഇട്ട് വരുമ്പോ പറയാം, നീ അന്ന് പൊട്ടിക്കല്ലേ. അല്ലല്ല, ആ കണ്ണാടിയോടുള്ള വിദ്വേഷം കൊണ്ടാണെന്നോ? വിപിൻ അടിച്ചത് കറക്റ്റ്. അത്ര ചിരിച്ചുകൊണ്ട് നീ ഇപ്പം ഫേസ്ബുക്കിൽ നിന്നിട്ട് എന്നെ കുറെ പേര് വിളിക്കും, എന്നെ കുറെ ആൾക്കാർ തെറി വിളിക്കും. ഇവനെ ഒന്നും ഫേസ് എനിക്ക് കാണില്ല, പക്ഷെ നേരിട്ട് വന്നിട്ട് അങ്ങനെ തെറി വിളിച്ച് ഞാൻ അടിക്കും. അത് ഉണ്ടാവില്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങളാരും നേരിട്ടൊന്നും വിളിക്കൂല. അപ്പൊ അതുപോലെ ഉണ്ണിമൂന്നനൊക്കെ തെറി വിളിച്ചോ ഇല്ലെന്ന് നമുക്കറിയില്ല, അല്ലെങ്കിൽ എന്താ സംഭവിച്ചതെന്ന്. ഉണ്ണി പറഞ്ഞല്ലോ ഞാൻ അടിച്ചിട്ടില്ല. കാരണം ചാർജ് ഷീറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ അടിച്ചു എന്ന് പറയാൻ പറ്റില്ല. അത് പിന്നെ എന്ത് തന്നെയാണ് ശരി, കോടതിയിലത് നമ്മളത് സ്ഥിരീകരിക്കണം. അപ്പൊ അതുകൊണ്ട് ഉണ്ണിമൂന്നൻ പറഞ്ഞു അടിച്ചില്ലെങ്കിൽ അടിച്ചില്ല, നമ്മളത് വിശ്വസിച്ചിട്ടില്ല. നിലപാട് ഇത്രയേ ഉള്ളൂ. ഉണ്ണി എന്ത് പറഞ്ഞു അതങ്ങനെ. ഇനി വിപിൻ എന്നെ വിളിച്ച് പറയണം, ഇല്ല ചേട്ടാ എന്നെ അടിച്ചു. ആ അടിച്ചു, നീ എനിക്കിട്ടേ അങ്ങനെ. ബിപിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. അതാ ഞാൻ പറയാ. ഞാൻ ചോദിക്കണല്ലോ രണ്ടുപേരും. കറക്റ്റ്. പക്ഷെ അത് പിന്നെ കോടതി തെളിയിപ്പിച്ചു, വക്കീൽമാരുണ്ട് അവിടെ, എല്ലാം തെളിയിക്കും. അപ്പം ഞാൻ പറഞ്ഞുതരാം. ഞാൻ പണ്ട് ആ പട്ടാളത്തിൽ ഇരിക്കുന്ന സമയത്ത് അവരൊരു അടി നടന്നിട്ട് എൻ്റെ ഇവിടെ ഒരു കത്തി കൊണ്ട് ഓഫീസേഴ്സും ഗുണ്ടാസും തമ്മിലുള്ളൊരു അടിയായിരുന്നു. പക്ഷെ അത് പിന്നെ എന്താ വെച്ചാൽ പെട്ടെന്ന് ടേൺ ചെയ്തു. കംപ്ലീറ്റ് ഓഫീസേഴ്സ് സപ്പോർട്ട് ചെയ്തിട്ട് എന്നെ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു, ഇഞ്ചുറി റിപ്പോർട്ട് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഇരുന്നിരുന്ന ആള് ഒരു സർദാർ ഓഫീസറായിരുന്നു. ഒരു പേപ്പർ എടുത്ത് തന്നു, രാത്രി എഴുതും, അതിൽ നിന്റെ എവിടെയൊക്കെ
അപ്പം ഞങ്ങൾക്ക് എൻ്റെ ശരീരത്തിൽ മുഴുവൻ ചതവ്, ഇടി, കുത്ത്, മുറി ഇതെല്ലാം ഉണ്ട് ഈ പേപ്പറിനകത്ത്. എനിക്ക് ആകെ ഇവിടെ മാത്രമേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അതവിടെ കേസ് വരുന്ന സമയത്ത് നമുക്കതൊക്കെ മാറ്റി. എല്ലാത്തിനും സ്റ്റേറ്റ്മെന്റ് പറയുന്ന സമയത്ത് ഒരു കലാകാരൻ എന്ന നിലയിലല്ലാതെ ഒരു രാഷ്ട്രീയക്കാരൻ ഒരു ബാധ്യത സാറിനെ പിടിച്ച് നിർത്താറുണ്ടോ? ഇപ്പൊ ഒരു ഉണ്ണിമുന്തന്റെ കേസ് പറയുമ്പോൾ ഉണ്ണിമുന്തൻ ഒരു സംഖ്യയാണെന്ന്, അല്ലെങ്കിൽ ഉണ്ണിമുന്തൻ ഒരു BJP കാരനാണെന്ന് ഒരിക്കലുമില്ല. ഇത് ഷൈനാണ്. നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മൾ അറിയാത്തൊരു കാര്യം. കാരണം എന്താണ് അവിടെ നടന്നിരിക്കുന്നത്, എന്തുകൊണ്ട് ഉണ്ണി അത് ചെയ്തു. അപ്പം ഇത് നമ്മൾ അറിയാതെ, അതുകൊണ്ടാണ് ഞാൻ ആ ഉദാഹരണം പറഞ്ഞത്. അമ്മയുടെ കാര്യത്തിൽ ഞാൻ അന്ന് ഭയങ്കരമായിട്ട് എന്നെ DYSP വിളിച്ച് സംസാരിച്ചു പുത്തൻകുരിശ്. ഞാൻ എന്തോ കാര്യത്തിന് വിളിച്ചാണ്. ഒരു ബൈക്ക് കൂടെ കിടക്കണ്ടെന്ന് പറഞ്ഞു. സാറേ എന്നാൽ രാത്രി മുഴുവൻ ഉറക്കമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു വാട്ട്, എന്തൊരു അമ്മയുടെ ഒന്നും വെച്ചു. ഇതാണ് ആദ്യം പറയുന്നത്. പക്ഷെ പിന്നീട് അറിയുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ എന്തൊക്കെ മാനസിക, ഒരു പെറ്റമ്മയല്ലേ. അപ്പം നമ്മൾ ആദ്യം ഒരു കൺക്ലൂഷനും വരരുത്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയക്കകത്ത് ഇപ്പം ഇന്നലെ ഒരു സാധനം വന്നിരിക്കുകയാണ്. കാശ്മീരി പോലീസ് നടന്നു പോകുന്ന ഒരു കാശ്മീരിനെ പിടിച്ച് നോക്കുമ്പോൾ കുറെ തോക്കും സാധനങ്ങളെല്ലാം കിട്ടിയതാണ്. ആ പോലീസുകാരൻ്റെ തോളത്തിരിക്കുന്നത് പാകിസ്ഥാൻ ആർമി എന്നുള്ളത്, അവൻ്റെ സ്റ്റാർ. ഇത് നമ്മൾ നോക്കുന്നില്ല, അങ്ങനെ വിട്ടു, നമ്മളങ്ങ് ഫോർവേഡ് ചെയ്യാം. സോ ആദ്യമായിട്ട് ഫാക്ട് ചെക്ക് ചെയ്യില്ല. ഇത് വളരെ എളുപ്പമാണ് ഫോർവേഡ് ചെയ്യാൻ. നല്ല വേല 5 പേർക്ക് ഫോർവേഡ് ചെയ്യാൻ. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്, നിലവിൽ ഏറ്റവും ഇപ്പം പോപ്പുലർ കലാകാരനുമാണ്. അപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഈ നമ്മളിപ്പോൾ ഒരു കലാകാരൻ എന്ന നിലയിൽ സംസാരിക്കുന്നതും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു വക്താവെന്ന നിലയിൽ സംസാരിക്കുന്നതിന് വ്യത്യാസമുണ്ടോ? ഒരു കലാകാരനോ എനിക്ക് എന്താണെന്ന് അറിയാം, ഞാനൊരു മനുഷ്യനാണ്. എനിക്ക് രാഷ്ട്രീയമില്ല. രാഷ്ട്രീയത എൻ്റെ തലയിൽ ഇങ്ങനെ ഒരു സാധനമുണ്ട്, BJPയുടെ വൈസ് പ്രസിഡന്റ് എന്നുള്ളത്. കാരണം ഞാനൊരു മോദി ഭക്തനും ആരാധകനും തന്നെയാണ്. നിങ്ങൾ എന്നെ എന്ത് വിളിച്ചാലും ശരി, ഇന്ന് ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ്, ഞാൻ ഇന്ത്യയുടെ ഒരു പ്രോസ്പെറിറ്റിയാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, അതിനെ നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രധാനമന്ത്രി കറക്റ്റ്. അപ്പം അതിനെ ഞാൻ ആരാധിക്കും, എല്ലാം ചെയ്യും. നിങ്ങൾ എന്ത് വേണമെങ്കിലും വിളിച്ചോ, കാരണം ഞാനത് നേരിട്ടല്ലോ എന്നെ വിളിക്കുന്നത്. അപ്പം അത് ഞാൻ കേൾക്കാം. ഉണ്ണിമുന്തൻ എന്നുള്ളൊരു വ്യക്തി അത് BJPക്കാരനും അല്ല, RSSകാരനും അല്ല, ഒന്നുമല്ല. മോദിജിയുടെ കൂടെ ഇരുന്നൊരു ഫോട്ടോ എടുത്തു, ഗുജറാത്ത് ബന്ധത്തിൽ കുറച്ച് ഗുജറാത്തിൽ സംസാരിച്ചു, അത്രയേ ഉള്ളൂ. ഉണ്ണിമുന്തന് പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഒന്നുമില്ല. എനിക്ക് ഉണ്ണിമുന്തനെ സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല, ഒരു ബാധ്യതയില്ല. ഞാനൊരു കലാകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് തമാശയായിട്ടാണ് തോന്നുന്നത്. അവനെ ഞാൻ എപ്പോഴും കാണുന്നത് വളരെ ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ളൊരു കുട്ടി എന്നാണ് ഞാൻ വിളിക്കുക. ഞാൻ ചിലപ്പോൾ അതാണ് ഇന്ന് ഫോൺ വിളിച്ചപ്പോൾ എടുത്തിട്ടില്ല. കാരണം എനിക്കറിയാം ഞാൻ എന്താ പറയാൻ പോകുന്നത്. എന്ത് തന്നെയാലും ശരി, ഒരാൾ ഇതിൽ സപ്പോർട്ട് ചെയ്യലല്ല. അപ്പം എന്തുകൊണ്ട് ഒരു വ്യക്തി എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? ഉണ്ണി ശാസനോ അബൌട്ട് 37 ഇയേഴ്സ് ആയിരിക്കുന്നു. അവർ 37 വയസ്സിൻ്റെ ഒരു പക്വത. വിപിന് എനിക്ക് തോന്നുന്നു 40 വയസ്സ് എന്തോ ആയിരിക്കണം അല്ലേ? അപ്പം രണ്ടുപേർക്കും എന്തെങ്കിലും കാര്യം കാണും. അത് പിന്നീട് അറിയുമത് എന്താണെങ്കിലും. ചോദിക്കാൻ കാരണം സാർ ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ അതിക്രമങ്ങൾ പറയല്ലോ, ഉണ്ണിമുന്തൻ സാറിനെ അടിച്ചെന്നൊക്കെ പറഞ്ഞ് വാർത്തകളൊക്കെ വന്നെന്ന് പറഞ്ഞിട്ട് ഉണ്ടാകുന്ന ഒരു എഫക്ട് ഉണ്ടല്ലോ. ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ സാറിനെ പോലെ ഒരാളെ അടിച്ചു എന്നൊരു സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത വരുമ്പോൾ ഉണ്ടാകുന്നൊരു ഇവിടെയാണ് മോനെ. ഞാൻ എന്താന്ന് പറയുക, ഞാനൊരു വ്യക്തി, നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് ലൈവ് കണ്ടു, ഞാൻ പടപടപടാന്ന് അടിച്ചിട്ട് പോകും. വല്ലപ്പോഴും ഒന്ന് കമന്റിൽ ഇങ്ങനെ നോക്കും, ഹായ് ഹലോ, ഒരു തെറി കാണും, താങ്ക് യു പറഞ്ഞ് ഞാൻ അങ്ങനെ പോവും. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. എൻ്റെ അഡ്മിനുണ്ട്, എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ മോളാണ്, അവൾ പേഷ്യൻറ്റിൽ വർക്ക് ചെയ്യുന്നു. അവൾ വിളിച്ചു അങ്കള് തെറി 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 എന്ന് പറയും. ഞാൻ നീ എന്തിനാണ് വായിക്കാൻ പോകുന്നത്? ഞാൻ പറയാതെ ഞാൻ പറഞ്ഞു പോയി. പിന്നീട് ഇതേ ആളുകൾ തന്നെ ഇപ്പം എമ്പുരാൻ്റെ സമയം വന്ന സമയത്ത് എനിക്കിട്ടിട്ട് അങ്ങ് പൊങ്കാല മോഹൻലാൽ താഴ്ത്തു. ആദ്യം മോഹൻലാലിനെ എടുത്തിട്ട് എയറിലിട്ടു. അത് കഴിഞ്ഞ് അന്ന് രാത്രി ഞാൻ ഈ ലൈവ് കൊടുത്തപ്പോൾ എന്നെ എടുത്തിട്ട് എയറിലിട്ടു. ഇവിടെ പോകുന്നു. ഞാൻ എയറിൽ നിന്നുള്ളത് നിങ്ങൾ വിചാരിക്കും ഞാൻ താഴത്തെ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് പേൽഗാം ഇഷ്യൂ വന്നു. ഇതേ ആളുകൾ എന്നെ തെറിവിളിച്ചിരുന്ന അതേ ആളുകൾ ഞാനെന്തോ മഹാനാണ്, ദൈവമാണ് എന്ന് പറഞ്ഞ് ഇത്രയുള്ളൂ. ആദ്യമായിട്ട് നിങ്ങൾ ആദ്യം ഒരു മനുഷ്യനെ ഇൻഡിവിജ്വലിനെ മനസ്സിലാക്കുക. ഒരു ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ആര് വേണമെങ്കിലും തെറിവിളിക്കും. ബട്ട് യു ഷുഡ് ഹാവ് ദ ഗട്ട്സ് ടു കോൾ ഹിം അപ്പ് ആൻഡ് സേ ഹലോ മേജർ രവി എടാ എന്നുള്ളത് നീ അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതുപോലെ എന്നെ വിളിക്കും വിത്ത് എ നമ്പർ. അത് വിളിക്കില്ല. ഇവിടെ എന്താ വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ഫ്രസ്ട്രേഷനാണ് കാണുന്നത്. അപ്പം ഇത് ഇവിടെ കാണുന്നതാണ് ഈ അസൂയ, കുരുട്ടതൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം പിന്നെ തെറിയിൽ വിളിക്കും. വിളിച്ചോണ്ടിരിക്കും. നിനക്ക് മനസ്സമാനം കിട്ടിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ല, ബിക്കോസ് ഐ എം ഓൾവേസ് പോസിറ്റീവ്. നീ ഇനി ഒരു കാര്യം കൂടി ചോദിച്ചാൽ
എന്ന് കൂടി അതിന്റെ ഫ്രസ്ട്രേഷനും കൂടി ഉണ്ടെന്ന് അറിയണം. അതിൽ എത്രത്തോളം സി ഇത് ഓരോ ഇൻഡിവിജ്വലിൻ്റെ കാൽക്കുലേഷൻസ് ആണ്. ഞാനൊരു സിനിമ ചെയ്തു, ആ സിനിമ ചെയ്തിട്ട് പിന്നീട് ഞാൻ ഈ ലൈനിൽ ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞത്. അവിടെ ഈ വിപിനടക്കം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ വലിയ സിനിമകൾ മാത്രമേ ചെയ്യുള്ളൂ എന്ന്. അത് നിങ്ങൾ കേട്ടുകയാണ്. അപ്പം ചിലപ്പോൾ എന്താണെന്നറിയോ, നമ്മുടെ കാൽക്കുലേഷൻ ചിലപ്പോൾ തെറ്റിപ്പോകും. ഇവിടെയാണ് ഞാൻ പറയുന്നത്, പരാജയം എന്നുള്ളത് വന്നു കഴിഞ്ഞാലും അതിനെ മറക്കാൻ എളുപ്പമാണ്. പക്ഷെ ഒരു വിജയം വന്നിട്ട് അതിനെ ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതിനെ കൊണ്ടുപോകണമെങ്കിൽ നിനക്ക് ആ പരാജയം എടുക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടായിരിക്കണം. നോക്കടാ, ഞാൻ ഇനിയും തിരിച്ചു വരും. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉണ്ണിക്കിതിൻ്റെ ഇങ്ങനെ ഈ ഫ്രസ്ട്രേഷൻ ഉണ്ടെന്നുള്ള ഞാൻ വിശ്വസിക്കില്ല. പക്ഷെ അത് ഉണ്ടാവുന്ന എങ്ങനെയാണ്, നിങ്ങളുടെ ഇമ്മച്യൂരിറ്റി, ആ തോട്ട് പ്രോസസ്സിനകത്ത് യു ഷുഡ് തിങ്ക് ദാറ്റ് നോ ദിസ് നോട്ട് നത്തിങ്. അതിപ്പം വിപിൻ പറഞ്ഞല്ലോ, നിങ്ങൾ കേട്ട്. ഉണ്ണി എന്ത് പറഞ്ഞു? പറഞ്ഞില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഉണ്ണിയുടെ അങ്ങനെ വിടുപ്പം 2 ദിവസം കഴിയട്ടെ, നിങ്ങൾ ഉണ്ണിയുടെ ഇൻ്റർവ്യൂ എടുക്കുക, എന്നിട്ട് എൻ്റെ അടുത്തേക്ക് വാ, എന്നിട്ട് നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കാം. എന്താ പോലെ ഉണ്ണിയല്ലേ വിട്ടേക്ക്, ഇല്ല ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. അപ്പൊ ആ കേസ് പോലും ഇല്ലല്ലോ. ഉണ്ണിയുടെ ആ വുമൻ സംതിങ് അല്ലേ, ഏതോ റൈറ്ററിൻ്റെ കഴിഞ്ഞു. അപ്പൊ നമ്മൾ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അത് ചെയ്തു. പക്ഷെ അവന്റെ പേര് തന്നെ ഒരു സുഖല്ലേ വായിക്കാൻ, പറയാൻ. ഉണ്ണി. അപ്പൊ ഉണ്ണിയായിട്ടാണ് വിളിച്ചത് ആ കുട്ടി. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ ഇന്നിപ്പോൾ കാണുന്ന കാരണം ടോരോ ഞാൻ വിളിച്ചിട്ടുമില്ല. കാരണം പടം കാണാതെ വിളിക്കുന്നത് ശരിയല്ല. എൻ്റെ ഡ്രൈവറും പറഞ്ഞ് സാറാ ഇന്ന് പടത്തിന് പോകണമെന്നില്ല. അപ്പം ഇന്ന് തന്നെ പടം കാണുമായിരിക്കും. പടത്തിന് എനിക്ക് പലയിടത്തും റിപ്പോർട്ട് വന്നത് വെരി ഗുഡ് ഫിലിം എന്നുള്ളതാണ്. അത് കേൾക്കുമ്പോഴാണ് സുഖം. ആരുടെങ്കിലും പടം ആയിക്കോട്ടെ, ഓടട്ടെ എന്ന്. എത്ര ആൾക്കാർ അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു സംസാരമില്ല. എന്റെ പടത്തിന് നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. ഉണ്ണിയും വിപിനും ഉണ്ണിയും വിപിനും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് തെളിവ് സഹിതത്തോടുകൂടി വരും. നമ്മളിപ്പോ തെളിവ് സഹിതത്തെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ചോദിക്കാം. വളരെ ലിമിറ്റഡ് സമയമേ ഉള്ളൂ. അപ്പൊ ഒരു ചെറിയ സിനിമയാണ്, നിങ്ങൾ അതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാം പ്ലീസ്. ഇത് ലാസ്റ്റ് കേട്ടാ. എൻ്റെ ഫ്രണ്ടാണ് അബുസലി. ഓക്കെ, അവൻ എൻ്റെ ഒരു അനിയനെ പോലെ, സൈസിൽ മാത്രമേ ഉള്ളൂ. ആ സൈസിലും വയസ്സിലും എന്നൊക്കെ കുറവാണ്. പിന്നെ നിശാന്തിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ വളരെ ക്ലോസ് ഫ്രണ്ട്. കുട്ടിക്കാലം മുതലൊക്കെ ഞാൻ വീട്ടിൽ കണ്ടിരുന്ന മാലയ ചേച്ചിയുടെ മോളാണ്. അപ്പോൾ അവനായിട്ടുള്ള അങ്ങനെയുള്ള ഒരു ബന്ധമുണ്ട്. അപ്പൊ ഇവരൊക്കെ നമ്മൾ സെറ്റിലിരിക്കുന്ന സമയത്ത് ഇവർക്കൊക്കെ നമ്മളുടെ സീനിയർ ലുക്കിലാണ്. അപ്പൊ എനിക്ക് എന്തും അവരുടെ മുകളിൽ തമാശ പറയുന്നത് ഐ എം കംഫർട്ടബിൾ. പക്ഷെ പല സെറ്റിലും ഞാനിങ്ങനെ കംഫർട്ടബിൾ ആവില്ല. കാരണം അപ്പുറത്തേക്കുന്ന ആർട്ടിസ്റ്റും ഞാനുമായിട്ട് ആവുന്നൊരു ബന്ധം ബോണ്ടിങ് ഇല്ലെങ്കിൽ ഐ ജനറലി കീപ്പ് എന്തെങ്കിലും അവർ വേണ്ട. പക്ഷെ ഇത് വി റിയലി എൻജോയ്ഡ് ഇറ്റ്. അത് ഞാനും അബുസലീമാണെങ്കിലും നിശാന്താണെങ്കിലും ശരി, വി എൻജോയ്ഡ് വർക്കിംഗ് ടുഗദർ. അതങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്. ഒരു സിനിമയിൽ എപ്പോഴും ഒരു റിലേഷൻ എന്നുള്ളത് ഭയങ്കര സംഭവമാണ്. ഒരു മോഹൻലാലിൻ്റെ യൂണിറ്റ് പോയി കഴിഞ്ഞാൽ പലരും പറയാറുണ്ടല്ലോ, അത് വേറൊരു ലോകമാണ്. ഇങ്ങനെ എല്ലാവരെയും കംഫർട്ടബിൾ ആക്കും. ഈ കുട്ടി നാളെ ഫസ്റ്റ് പടം അഭിനയിക്കാൻ പോകണം, പേടിച്ചിട്ടൊക്കെ ഇരിക്കുന്നത്, അത് പെട്ടെന്ന് ഫ്യൂസ് ആക്കും എല്ലാവരും. അതാണ് വലിയ വലിയ കോൺഫിഡൻറ്റ് ആർട്ടിസ്റ്റുകൾ. അതിൻ്റെ അർത്ഥം ഞാൻ അങ്ങനെ കോൺഫിഡൻസ് ആർട്ടിസ്റ്റ് ആണെന്നുള്ളതല്ല പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ വി വർ വെരി കംഫർട്ടബിൾ, വി എൻജോയ്ഡ് ഇറ്റ്. ഓക്കെ, മതി.